അത്ഭുതങ്ങൾ നടക്കും. എരിഹോ മതിലിലും അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ പാടിയ ഉയർത്തിയിടാം യേശുനാമം. ഹല്ലേലൂയ പാടിയ ഉയർത്തിയിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിക്കാം. വല്ലഭനാം യേശുവേ ആരാധിക്കാം. മനസ്സിനകമിടുമ്പോ ശക്തിയാലിരച്ചിടുമ്പോ മതിലിലും അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ പാടിയ ഉയർത്തിയിടാം യേശുനാമം. ഹല്ലേലൂയ പാടിയ ഉയർത്തിയിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിക്കാം. വല്ലഭനാം യേശുവേ ആരാധിക്കാം. മനസ്സിനകമിടുമ്പോ ശക്തിയാലിരച്ചിടും. മനസ്സിനകമിടുമ്പോ ശക്തിയാലിരച്ചിടും. യേശുവേ എങ്ങനെ ഞാൻ കണ്ടിരിക്കുന്നു. യേശുവേ സ്നേഹത്തെ ആരാധിക്കാം. വല്ലഭനാം യേശുവേ ആരാധിക്കാം. വല്ലഭനാം യേശുവേ വല്ലഭനാം ശുദ്ധിയുള്ള ഭാഗ്യവാന്മാരാണ്. അവർ ദൈവത്തെ കാണും. ഹല്ലേലൂയ. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇന്ന് ഈ സന്ധ്യാസമയം ഹല്ലേലൂയ നമ്മുടെ ഉൾത്തടങ്ങളിൽ ഒരു ശുദ്ധീകരണം വ്യാപരിക്കണം. ഹല്ലേലൂയ. ഒരു ശുദ്ധീകരണം വ്യാപരിക്കണം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ആരാധന ഇങ്ങനെ ആകത്തില്ല. നമ്മുടെ കയ്യടികൾ ഇങ്ങനെ ആവത്തില്ല. നമ്മുടെ ഇരിക്കുന്ന രീതി ഇങ്ങനെ ആകത്തില്ല. ഹല്ലേലൂയ. കർത്താവിനെ കണ്ടാൽ ഹല്ലേലൂയ നമ്മൾ നൃത്തം ചെയ്ത് ആരാധിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ആ കർത്താവിന്റെ പാദപീഠത്തിലാണ് നാം ആയിരിക്കുന്നത്. ആ കർത്താവിന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പന്റെ ചാരയിലേക്ക് ഹല്ലേലൂയ കർത്താവ് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ.
രാത്രിയിലും കടന്നു വന്ന കർത്താവിനെ ആരാധിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഒരുക്കിയ നല്ല കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നല്ല രാത്രിയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഭാഗ്യം നൽകിയല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളെ പാടി കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകി. സ്തോത്രം. കഴിഞ്ഞ 2 രാത്രികളിലും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രിയിലും ആ വലിയ അപ്പന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ആ അപ്പന്റെ സാന്നിധ്യത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കടന്നു വന്ന എല്ലാ ദൈവഭക്തന്മാരെയും എല്ലാ ദൈവദാസിമാരെയും വചന ശുശ്രൂഷിക്കുന്ന എല്ലാ വചനം സംസാരിക്കുന്ന ദൈവഭക്തനെയും രാത്രി ദൈവം നമ്മോട് നിശ്ചയമായി സംസാരിക്കും. ഈ കൺവെൻഷന്റെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. 2 ദൈവദാസന്മാർ ഇപ്പോൾ മുമ്പോട്ട് കടന്നു വന്ന പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാരംഭമായി കർത്താവിന്റെ ദൈവദാസൻ പാസ്റ്റർ ജയകുമാർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. ശേഷം പാസ്റ്റർ അരുൺ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നു. അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആലയത്തിൽ കീഴിൽ മഹാദൈവത്തെ മുഖത്തപ്പെടുത്തുവാൻ ദൈവം തന്ന നല്ല ഭാഗ്യത്തിനായി സ്തോത്രം. ഈ ആലയത്തിന്റെ ബന്ധത്തിൽ നടത്തപ്പെടുന്ന സുവിശേഷ യോഗത്തിന് 3-ാം ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 2 ദിനങ്ങളും അനുഗ്രഹിച്ച ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഈ രാത്രിയിൽ ഞങ്ങൾ നടുവിലുള്ള സ്തോത്രം ചെയ്യുന്നു. വിവിധ ഇടങ്ങളിൽ ദൈവങ്ങൾക്ക് ദൈവദാസന്മാർക്ക് വന്നിട്ട് ദൈവം സഹായിച്ചല്ലോ. ദൈവത്തിൽ പാടുവാൻ ആരാധിപ്പാനൊക്കെ ദൈവം കൃപ നൽകി. തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയ്ക്കായി സ്തോത്രം. ദൈവത്താൽ അയക്കപ്പെട്ട അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഈ ദേശത്തോട് കടന്നുകൊണ്ടിരിക്കുന്ന ജനത്തോട് ആവശ്യമായ ദൈവിക സന്ദേശം അറിയിപ്പാണ്ടപ്പോൾ അവിടുത്തെ കൃപ ദൈവസുഖത്തിന് പദവിയിൽ ദൈവിക ജ്ഞാനത്തോടെ അധികാരത്തോടെ ദൈവവചനവാദികളുടെ ദൈവം തുറന്ന് ഈ രാത്രി സുഖം സംസാരിക്കേണ്ടതിനായി അവിടുത്തെ അഭിഷേകത്തെ ഒരിക്കൽ കൂടെ കർത്താവ് സമർപ്പിക്കുന്നു. ദേശത്തെ കർത്താവ് സമർപ്പിക്കുന്നു. ഈ വലിയ വച്ചയും യേശു ക്രിസ്തു നാമത്തിനെ ആമേൻ. വീണ്ടും പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, മനോഹരമായ രാത്രി കടന്നു വന്നിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ രാത്രികാലം വ്യക്തമായി ഞങ്ങളോട് ഇടപെടുമാറാകണമേ എന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും പരിശുദ്ധാത്മാവ് ഞാൻ കൃപ നൽകിക്കൊണ്ടിരിക്കുന്നതിനായി നന്ദിയോടങ്ങ് വാഴ്ത്തുന്ന കർത്താവെ. സുവിശേഷ മഹായോഗം ഈ ദേശത്തിന് വലിയ അനുഗ്രഹമായി തീരുവാൻ, പ്രത്യേകിച്ച് ഈ സഭയ്ക്ക് വലിയ അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാലം തിരുവചനത്തിന് സംസാരിക്കുന്ന ഞങ്ങളുടെ അഭിഷേകത്തിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദേശത്തോട് ദൈവത്തിന്റെ സന്ദേശം വിളിച്ചറിയിക്കുമ്പോൾ അനേക പാപികൾ മാനസാന്തരപ്പെടുവാൻ, അനേക രോഗികൾ സൗഖ്യമാക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളായിരിക്കുന്ന സമയമൊക്കെയും പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന കാലാവസ്ഥ ഇത്രത്തോളം എന്റെ കർത്താവ് ഞങ്ങൾക്ക് അനുകൂലമാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രദേശത്ത് ഇഞ്ചക്കാട് ആമൂട് പ്രദേശത്ത് സ്നേഹദൂത് ഗോസ്ബൽ മിനിസ്ട്രിയും ആത്മീയ സഹോദരന്മാരും എഫ്രാത്ത ചർച്ചും ചേർന്ന് 3 ദിവസക്കാലം സുവിശേഷ മഹായോഗം ക്രമീകരിക്കുവാൻ കർത്താവ് സഹായിച്ചു. അതിന്റെ പര്യവസാന രാത്രിയിലേക്ക് കർത്താവ് നമ്മെ കൂട്ടിവരുത്തിയല്ലോ. ഈ ശബ്ദപരിധിയിലൂടെ ഞങ്ങളെ ശ്രമിക്കുന്ന ദേശനിവാസികളായിട്ടുള്ളവർ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന സഭാ സംഘടനാ വ്യത്യാസം കൂടാതെ സുവിശേഷത്തെ സ്നേഹിച്ച് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും സന്ധ്യാവന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച ഇന്നത്തെ രാത്രിയിലെ വചനഘോഷണത്തിനായിട്ട് എത്തിയിരിക്കുന്ന ബഹുമാനായ സോമബാസിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. സോമൻ ദേവദാസിനെ ഈ മീറ്റിംഗിലേക്ക് അഭിചാരിതമായിട്ടാണ് ക്ഷണിച്ചത്. ഞങ്ങൾ മറ്റൊരു ദേവദാസനെയാണ് ക്ഷണിച്ചത്. എന്നിരുന്നാലും ദൈവം തന്റെ ദാസനെ കൊണ്ടായിരിക്കാം ഈ ദേശത്തോട് നമ്മളോട് ദൈവവചനം കൈമാറുവാൻ ദൈവം നിശ്ചയിച്ചത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ക്രമീകരണം ദൈവത്താൽ സംഭവിച്ചു. അതിൽ വളരെ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ ആദരപൂർവ്വം ദേവദാസനെ കരങ്ങളടിച്ച് ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ദൈവം
ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ ദയവായി. അവൻ മക്കളോട് അടുത്തപ്പോൾ വൈദ്യനും നൃത്തഘോഷവും കേട്ടു, വാദ്യവും നൃത്തഘോഷവും കേട്ടു. ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ച് ഇതെന്ത് എന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയത് കൊണ്ട് കടിച്ച കാളകുട്ടിയാക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കോപിച്ച് അകത്ത് കടക്കാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ അവനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എന്റെ ചെങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്ക് ഒരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. വേശ്യമാരോടുകൂടെ നിന്റെ മുതൽ തിന്നു കളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴേക്കോ തടിച്ച കാളകുട്ടി അവന് വേണ്ടി അറുത്തുവല്ലോ എന്നുത്തരം പറഞ്ഞു. അതിനവൻ അവനോട്, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു. വളരെ മനോഹരമായ നല്ല ദിവസത്തിന്റെ സന്ധ്യയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ശുശ്രൂഷകൾ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ, വിശേഷ സ്നേഹദൂത് ഗോസ്ബൽ ടീമും എഫ്രാത്ത ചർച്ചും ആത്മീയ സുഹൃത്തുക്കളൊക്കെ കൂടി നടത്തുന്ന അതിൻ്റെ അഭിഷിക്തമായ നേതൃത്വം നൽകുന്ന കർത്താവിൻ്റെ ദാസന്മാർ, പാസ്റ്റർ ജോബിൻ ദാസ്, പാസ്റ്റർ സാമ്പോൾ ഉൾപ്പെടെയുള്ള കർത്തൃദാസന്മാർ, ദൈവജനം, ചാരിത്രദൂരത്തുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും, വിശേഷാൽ എന്നോടൊപ്പം ഇന്ന് ഈ വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സുനു ജി കുര്യൻ, അദ്ദേഹം തടിയൂർ നിവാസിയാണ്, എൻ്റെ സ്നേഹിതനാണ്, എബിനേസർ ഫെയ്ത്ത് ചർച്ചിൻ്റെ സീനിയർ ശുശ്രൂഷകനാണ്. ഇങ്ങനെ മീറ്റിങ്ങിനെ കുറിച്ച് ഓർപ്പിച്ചു. അദ്ദേഹം ഞാൻ ഒരുമിച്ച് കടന്നു വരുവാനിടയായി തീർന്നു. ദൈവമക്കൾ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത് ഞാൻ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ അറിഞ്ഞില്ല. എന്നോട് സാവകാശം വിളിച്ച് പറഞ്ഞു, ഇന്ന് വൈകിട്ട് മീറ്റിങ്ങിന് വരണം, പ്രസംഗിക്കണം. ഒരു മുറ്റത്ത് കൺവെൻഷനാണ്, ചെറിയൊരു കൺവെൻഷനാണ്. കർത്താവിദാസൻ വന്ന് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. ഞാൻ കുടുംബങ്ങളാണ് ശുശ്രൂഷിക്കുന്നത്. എൻ്റെ സഭയിൽ കഴിഞ്ഞ വ്യാഴം, വെള്ളി, ശനി 3 ദിവസം ഉപവാസം നടക്കുകയായിരുന്നു. ശേഷം ഇന്ന് ആരാധനയും കഴിഞ്ഞാണ് ഞങ്ങൾ ഭവനത്തിൽ വന്നത്. സ്തോത്രം. അവിടെ വന്നതിന് ശേഷം ബന്ധപ്പെട്ട് വരുവാനിടയായ ബന്ധപ്പാടോടെ എത്തിച്ചേരുവാൻ ദൈവം ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം. എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേക ചിലർക്കൊക്കെ പരിചയമുണ്ട്. ആന്റിമാരെ അവരെല്ലാവർക്കും ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാനും സംഭാഷണമായിട്ട് ദീർഘവർഷത്തെ പരിചയമൊക്കെ ഉണ്ട്. എങ്കിലും ഇടയ്ക്ക് ഞാൻ പെട്ടെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു. ദൈവം നമ്മെ സഹായിക്കട്ടെ. കൺവെൻഷൻ എന്ന് പറഞ്ഞാലും ദൈവമക്കൾ കൂടുതലുണ്ട്. സ്തോത്രം. ദൈവത്തിന് വേണ്ടി ആലോചന ഈ രാത്രി ദൈവം നമുക്ക് നൽകും. വിശ്വാസത്തോടെ സ്തോത്രം, പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ദൈവം തന്നെ ജനത്തെ ശുദ്ധീകരിക്കുന്ന ഘടകങ്ങൾ ഒന്ന്, യേശുവിന്റെ രക്തം. അവന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തത്തിന് പ്രത്യേകതയുണ്ട്. തന്നെ കാണിച്ചു കൊടുത്ത യൂദായോട് ചോദിച്ചാൽ യൂദ പറയും, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു പോയി. യേശുവിന്റെ രക്തം കുറ്റമില്ലാത്ത രക്തമാണ്. തന്നെ ന്യായം വിധിച്ച പീലാത്തോസിനോട് ചോദിച്ചേ, പീലാത്തോസ് അവൻ ജനത്തിന് മുമ്പിൽ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. യേശുവിന്റെ രക്തം കുറ്റമില്ലാത്ത രക്തമാണ്. അതുകൊണ്ടാണ് ആ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്നത്. പീലാത്തോസിന്റെ ഭാര്യ തന്നെ രാത്രി സ്വപ്നത്തിൽ കഷ്ടം സഹിച്ചിട്ട് പീലാത്തോസിന്റെ അടുക്കലേക്ക് ഒരു കത്ത് കൊടുത്തു വിട്ടു. നിങ്ങൾ ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. ഞാൻ കഴിഞ്ഞ രാത്രി അവൻ സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു. അപ്പോൾ തന്നെ ന്യായം വിധിച്ച പീലാത്തോസിന്റെ ഭാര്യ പറയുകയാണ്, അവൻ നീതിമാനാണ്. അർത്ഥാൽ യേശുവിന്റെ രക്തം നീതിമാന്റെ രക്തമാണ്. നമ്മളെ എന്തുകൊണ്ട് യേശുവിന്റെ രക്തം ശുദ്ധീകരിക്കുന്നത് മനസ്സിലായോ? അത് നീതിമാന്റെ രക്തമാണ്, അത് കുറ്റമില്ലാത്ത രക്തമാണ്. സ്തോത്രം. ഇതുപോലെ യേശുവിന്റെ ക്രൂശീകരണം കണ്ടുകൊണ്ടിരുന്ന ശതാധിപൻ ഇതെല്ലാം സംഭവിച്ചത് കണ്ടിട്ട് പറയുക, ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു. യേശുവിന്റെ രക്തം, അതിന്റെ പ്രത്യേകത ഇത് ദൈവപുത്രന്റെ രക്തമാണ്. ഒന്ന്,
നമ്മെ ശുദ്ധീകരിക്കുന്ന ഒന്നാമത്തെ ഘടകം യേശുവിന്റെ രക്തം. രണ്ടാമത് പത്രോസ് പറയുകയാണ് ആത്മാവിനാലുള്ള ഒരു വിശുദ്ധീകരണം. നാം അറിയാതെ നമ്മെ വിശുദ്ധീകരിക്കുന്ന മറ്റൊരു ഘടകമാണ് എന്ത്? ആത്മാവ്. മൂന്നാമത് ഒരു ശുദ്ധീകരണ പ്രക്രിയയുണ്ട്, അത് ബാലശിക്ഷയാണ്. നിങ്ങൾ ലോകത്തോടുകൂടെ ന്യായവിധിയിൽ അകപ്പെടാതെ പോകാതിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ ബാലശിക്ഷ കഴിക്കുകയായിരുന്നു. ദൈവം നമ്മളെ ബാലശിക്ഷയിലൂടെ ശുദ്ധീകരണത്തിലേക്ക് നടത്തും. നാലാമത്തേത് ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. അത് പറയാനാണ് ഞാൻ അത്രയും പറഞ്ഞേ. നമ്മളെ ശുദ്ധീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് ദൈവത്തിന്റെ വചനം. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിച്ചു, പിതാവേ, സത്യത്താൽ ഇവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. സ്തോത്രം. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവവചനത്താൽ ഒരു ശുദ്ധീകരണം ഈ രാത്രി നമ്മുടെ സംഭവിക്കണം. കേൾക്കുന്ന വചനം നമ്മെ ശുദ്ധീകരിക്കുന്നതാകണം. വചനപ്രകാരം ഒരു ശുദ്ധീകരണം ഇന്ന് പ്രാപിപ്പാൻ നാം നമ്മെ തന്നെ വിവരങ്ങൾ സമർപ്പിക്കാം. കരമുയർത്തി സൂചിച്ചാട്ട്. പുതിയ നിയമത്തിലെ 27 പുസ്തകം, ആദ്യത്തെ 4 പുസ്തകം, ആദ്യ 4 പുസ്തകം സുവിശേഷം, ശേഷം വന്ന ഏക പുസ്തകം അപ്പോസ്തല പ്രവൃത്തി, ചരിത്രം, റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെ 21 ലേഖനങ്ങൾ. പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥം വെളിപ്പാട്. ലേഖനങ്ങൾ പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥം വെളിപ്പാട്. ഇനി മറ്റൊരു തിരുവിധിലുണ്ട്, അത് ആദ്യത്തെ 5 പുസ്തകം ചരിത്രം അപ്പോസ്തല പ്രവൃത്തിയുടെ കൂട്ടി. ലേഖനങ്ങൾ 21 പ്രവചനം. ആദ്യം 4 തിരിച്ചു, പിന്നെ 3 തിരിച്ചു, വീണ്ടും 2 തിരിക്കാം. എങ്ങനെയാണെന്നറിയാമോ? 1 സുവിശേഷ എഴുത്തുകൾ, 2 അപ്പോസ്തോലിക എഴുത്തുകൾ. സ്തോത്രം. ഈ ലൂക്കോസിന്റെ സുവിശേഷങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. മത്തായിയുടെ സുവിശേഷം ആർക്കെഴുതിയതാ? യഹൂദന്മാർക്ക് വേണ്ടി എഴുതി. എന്താ അത്? ഈ സുവിശേഷത്തിന്റെ പ്രത്യേകത, മത്തായിയുടെ പ്രത്യേകത, സ്തോത്രം, വാഗ്ദത്ത രക്ഷകനെ പരിചയപ്പെടുത്തുകയാണ്. യേശു വാഗ്ദത്ത രക്ഷകൻ. സ്തോത്രം. രണ്ടാമത് മർക്കോസ്, യേശു ശക്തനായ രക്ഷകൻ. ലൂക്കോസ്, യേശു പൂർണ്ണ രക്ഷകൻ. യോഹന്നാൻ, യേശു വ്യക്തിപരമായ രക്ഷകൻ. 4 സുവിശേഷങ്ങളിലൂടെ യേശുവിനെ ചിത്രീകരിക്കുക. സ്തോത്രം. നമ്മൾ വായിച്ചത് ലൂക്കോസിന്റെ സുവിശേഷമാണ്. ബൈബിളിലെ യഹൂദനല്ലാത്ത ഏക എഴുത്തുകാരൻ ലൂക്കോസ്. സ്തോത്രം. ബൈബിൾ എഴുതിയ എഴുത്തുകാരിൽ യഹൂദനല്ലാത്ത ഏക വ്യക്തി ലൂക്കോസ്. ലൂക്കോസ് എഴുതിയ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തിയും, ഈ 2 പുസ്തകങ്ങളും കൂടെ ചേർന്നാൽ പുതിയ നിയമത്തിലെ 30% എഴുത്തുമാകും. സത്യത്തിൽ ബൈബിളിലെ ചരിത്രകാരൻ ലൂക്കോസാണ്. ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര്, ഡേറ്റ്, ദിവസം, സംഭവം ഇതെല്ലാം കൃത്യമായിട്ട് ചമയ്ക്കുന്നതിനാ ചരിത്രം എന്ന് പറയും. അവൻ അത് ലൂക്കോസാ കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ലൂക്കോസ് എഴുതിയ തന്റെ സുവിശേഷത്തിൽ കർത്താവിനെ കുറിച്ച് എഴുതിയ ഒരു വേദഭാഗമാണ് നമ്മൾ ഇന്ന് വായിപ്പാൻ ഇടയായി തീർന്നത്. ഞാൻ വായിപ്പിച്ച ആദ്യത്തെ വാക്യം, അവന്റെ മൂത്ത മകൻ വയലിലായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ പറഞ്ഞ 3 ഉപമകൾ. മറ്റൊരു വ്യക്തി പറഞ്ഞാൽ 3 ഉപമകൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ 15-ാം അധ്യായം. സ്തോത്രം. ഇതിനൊരു സാഹചര്യമുണ്ട്, പശ്ചാത്തലം ഉണ്ട്. യേശു പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് പരീശന്മാർ യേശുവിനെതിരായി പെരുവിർത്തു. അവൻ ചുങ്കക്കാരെയും പാപികളെയും എല്ലാവരെയും കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിനെതിരായി അന്നത്തെ
യഹൂദ പ്രമാണിമാർ, അന്നത്തെ പരീശന്മാർ അവൻ യേശുവിനെതിരായി പിറുപിറുത്തപ്പോൾ അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. എന്താ ഉപമ? നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ. സ്തോത്രം. 100-ൽ ഒന്ന് നഷ്ടപ്പെട്ടു. ഏഴ് വാക്യം കഴിഞ്ഞ് 8-ാം വാക്യം പിന്നെ ആരംഭിക്കുക. അല്ല, ഒരു സ്ത്രീക്ക് 10 ദണ്ഡമുണ്ടെന്നിരിക്കട്ടെ, അതിലൊന്ന് കാണാതെ പോയാൽ അത് അടിച്ചു വാരി, മുറിയാണ്, വീടിനകത്താണ്, അടിച്ചു വാരി കണ്ടു കിട്ടിയാൽ അയൽക്കാരത്തികളൊക്കെ വിളിച്ചിട്ട് പറയും, എന്നോടുകൂടെ സന്തോഷിപ്പിക്കും. 11-ാം വാക്യത്തിൽ യേശു തുടരുകയാണ്. എന്താ തുടരുന്നത്? അവൻ പിന്നെയും പറഞ്ഞത്, നിങ്ങളുടെ ഒരാൾക്ക് 2 പുത്രന്മാരുണ്ട്. വായിച്ചേ ആ വാക്യം, 11-ാം വാക്യം ഒന്ന് വായിച്ചേ. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാർ. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാർ. നിങ്ങൾ ഓർക്കണം, 100-ലൊന്ന്, 10-ലൊന്ന്, 2-ലൊന്ന്. സ്തോത്രം. കാട്ടിൽ നഷ്ടപ്പെട്ടു പോയ ആട്, വീട്ടിൽ നഷ്ടപ്പെട്ട ബ്രഹ്മ, മറുനാട്ടിൽ നഷ്ടപ്പെട്ടു പോയ മകൻ. സ്തോത്രം. ഇതിന്റെയൊക്കെ ചരിത്രം ഞാൻ ഇന്ന് വായിച്ചു വന്ന ഭാഗത്ത് നിന്ന് പ്രേക്ഷകരോട് എല്ലാം പറയാനായിട്ട് എനിക്ക് സമയമില്ല. എങ്കിലും നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. പുറത്തോട്ട് വരുന്നതൊക്കെ ഇതിനകത്ത് പറയാനായിട്ട് പറ്റുമെന്ന് നമ്മളെ ശ്രദ്ധിക്കുന്നവർക്കൊക്കെ ദൈവാത്മാവ് സംസാരിക്കുന്ന ഞാൻ ചിന്തിക്കുന്നത്. പ്രാർത്ഥനയോട് നിങ്ങൾ ആയിരിക്കുക. സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഇവിടെ ഈ 15-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ അവന്റെ മൂത്ത മകൻ വയലിൽ. ഈ കഥയിലാണ് നമ്മൾ ഒരു പേര് ഇട്ടേക്കുന്നത്, മുടിയൻ പുത്രൻ. മുടിയൻ പുത്രൻ. സ്തോത്രം. മുടിയൻ പുത്രൻ. ഏകദേശം നമ്മൾ പഠിച്ചാൽ ദൈവത്തെയും മനുഷ്യനെയും പിതൃപുത്ര ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ചരിത്രമാണ്. നമ്മൾ അങ്ങോട്ട് കേൾക്കുമ്പോഴേ വായിക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരുന്നത് ആ പിതാവ് ആരാന്നാ? സ്വർഗത്തിലെ പിതാവ് ദൈവമെന്നാണ് നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത്. ദൈവം, പിതാവായ ദൈവം ഈ പുത്രനും ദൈവത്തിൽ അകന്നുപോയ മനുഷ്യൻ അതിനെ പ്രദാനം ചെയ്യുക. നിങ്ങൾ വായിച്ചതിന്റെ അവസാന വാക്യം, ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. ആരാ മരിച്ചത്? ഇവിടുത്തെ വിഷയം വെച്ച് ആരാ മരിച്ചത്? എന്തുകൊണ്ട് പറഞ്ഞു? വീട് വിട്ടുപോയവൻ മരിച്ചവനാണ്. അപ്പന്റെ വീട് വിട്ടുപോയവൻ മരിച്ചവനാ. ആരാണ് ഈ അപ്പൻ? സ്വർഗത്തിലെ ദൈവമാണ്. ആരാണ് അവിസ്തോത്രം വീട് വിട്ടുപോയത്? മനുഷ്യരാ. സ്തോത്രം. അവൻ ദൈവത്തോട് പാപം ചെയ്ത് മനുഷ്യർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവരെ കുറിച്ച് എങ്ങനെയാ പറഞ്ഞത്? അവർ മരിച്ചവരാ. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ആദിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഈ മനുഷ്യനെ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുന്ന ചരിത്രമാണ് നാം ഇത് കാണുന്നത്. സ്തോത്രം. ഞാൻ ഇതിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. നഷ്ടങ്ങളുടെ പുസ്തകം, അധ്യായമായി അധ്യായം, നഷ്ടങ്ങളുടെ അധ്യായം. ആർക്കാ നഷ്ടപ്പെട്ടത്? ആർക്കാ? ഉടമസ്ഥനാണ് നഷ്ടപ്പെടുന്നത്. ആരാ നമ്മൾ ഉടമസ്ഥൻ? ദൈവം. ആർക്കാ നഷ്ടപ്പെടുന്നത്? ഉടമസ്ഥന്. ആരാ? ആവിസ്തോത്രം. ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊക്കെ എപ്പോഴായി വെളിപ്പാട് പ്രാപിച്ചത്? സ്തോത്രം. നമ്മളെ അപ്പനും അമ്മയും സ്നേഹിക്കാൻ തുടങ്ങിയത് എപ്പോഴാ? ആവേ നമ്മെ കണ്ടപ്പോൾ മുതൽ. അധ്യാപകൻ സ്നേഹിക്കാൻ തുടങ്ങിയത് എപ്പോഴാ? സ്കൂളിൽ ചേർത്തത് മുതൽ. അയൽവക്കക്കാരൻ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ മുതലാ. നമ്മളവിടെ നിന്ന് പാർക്കാൻ തുടങ്ങിയത് മുതൽ. ഓരോന്നിനും ഒരു സമയമുണ്ടെങ്കിൽ വേദോസം പറയുന്നു, ലോക സ്ഥാപനത്തിന് മുൻപേ സ്വന്തം നിത്യ സ്നേഹം കൊണ്ട് അവൻ നമ്മെ സ്നേഹിച്ചു.
നമ്മെ തേടി വന്നു. നാമാണ് കാണാതെ പോയത്. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയി. അവരാ കാണാതെ പോയത്. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, കാണാതെ പോയതിനെ തേടി രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാ കാണാതെ പോയത്. അവരെ തേടി സ്വന്തം ഒരാളെ 99 ഇട്ടേച്ച്. ഞാൻ അതിൻ്റെയൊക്കെ ദൈവമക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ആ നിലയിലൂടെ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചോളൂ. എന്താണെന്നറിയാമോ? 99 ഇട്ടു. കാരണം എന്താണെന്നറിയാമോ? ഈ 99 കൂട്ടായ്മയുണ്ട്. ഒന്നിനതില്ല. അതിനെ ഏതെങ്കിലും ക്ഷുദ്രജീവി കണ്ടാൽ പിടിക്കും. അതുകൊണ്ടാണ് ഈ ഒറ്റപ്പെട്ടു പോയാലുള്ള പ്രശ്നം. സ്തോത്രം. 99 എന്തുണ്ട്? കൂട്ടായ്മയുണ്ട്. കൂട്ടം കൂടി നിന്നാൽ ആരും അത് പെട്ടെന്ന് ആക്രമിക്കത്തില്ല. ഒറ്റയ്ക്കായി പോയാൽ സ്തോത്രം. നിങ്ങൾ ഓർത്തു നോക്കിക്കേ, ഞാൻ നിങ്ങളൊക്കെ എങ്ങനെ രക്ഷിക്കപ്പെട്ടത്? നമുക്കെല്ലാം വ്യക്തിപരമായിട്ട് നമുക്ക് സാക്ഷ്യം പറയാനുള്ളത്, കൂട്ടമായിട്ടല്ല. ദൈവം നമ്മെ വ്യക്തിപരമായി ഞാൻ നിങ്ങളും ആയിരുന്ന ഇടത്തു വന്ന് ദൈവം നമ്മെ രക്ഷിച്ചതാ, ദൈവം നമ്മെ വിടുവിച്ചതാ. Praise the Lord. Hallelujah. സ്തോത്രം. മൂത്തമകന്റെ ഇളയമകന്റെ ചരിത്രം പറയുമ്പോൾ സമാനമായ മറ്റൊരു ചരിത്രം സുവിശേഷത്തിൽ മറ്റൊരു ഭാഗത്തുണ്ട്. ആ ഭാഗം നിങ്ങളൊന്ന് വായിക്കണം. അതേതാണെന്നറിയാമോ? മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 28 മുതലുള്ള വാക്യമാണ്. വായിച്ചേ. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമത്തവന്റെ അടുക്കൽ ചെന്നു, മകനെ ഇന്ന് എന്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. എങ്കിലും പിന്നത്തേതിൽ അനുസരിച്ച് അവൻ പോയി. രണ്ടാമത്തവന്റെ അടുക്കൽ അവൻ ചെന്ന് അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ, ഞാൻ പോകാം അപ്പ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. പോയില്ല താനും. ഈ 2 പേരിൽ ആരാകുന്നു അപ്പന്റെ ഇഷ്ടം ചെയ്തത്? ഒന്നാമത്തവൻ എന്ന് അവർ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കിടക്കുന്നു എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ടും നിങ്ങളുടെ അടുക്കൽ വന്നു, നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു. അത് കണ്ടിട്ട് നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിൽ അനുദപിച്ചില്ല. അവിടെ എന്താ പറഞ്ഞത്? ഒരു മനുഷ്യന്റെ 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ അടുക്കൽ അവൻ ചെന്നിട്ട് പറയുകയാണ്, മകനെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിപ്പാൻ പോക. അവൻ പറഞ്ഞു, ഒക്കത്തില്ല, എനിക്ക് പോകാൻ ഒക്കത്തില്ല. പിന്നെ കേൾക്കണോ? അവൻ അനുദപിച്ചു പോയി. അത് അടുത്ത വാക്ക്. അപ്പൻ പറഞ്ഞ വാക്ക് അവൻ അനുസരിക്കാതെ വന്നപ്പോൾ, ഒക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ, ഈ അപ്പന് വേറൊരു മകനുണ്ട്. അവന്റെ അടുക്കൽ ചെന്നു. രണ്ടാമത്തെ എന്താ പറയുന്നത്? അവന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, മകനെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കാൻ പോകാം. ഇവനെന്തോ പറഞ്ഞു? പോകാം. ഇവൻ എന്ത് ചെയ്തില്ല? പോയില്ല. കർത്താവിന്റെ ചോദ്യം, ആരാ അപ്പന്റെ ഇഷ്ടം ചെയ്ത്? ആരാ അപ്പന്റെ ഇഷ്ടം ചെയ്ത്? ഒന്നാമത്തെ ആരാ അപ്പന്റെ ഇഷ്ടം ചെയ്ത്? ആരാ ഒന്നാമത്തവൻ? പോകത്തില്ലെന്ന് പറഞ്ഞിട്ട് പോയത്. പോകാമെന്ന് പറഞ്ഞിട്ട് പോകാതിരുന്നവനല്ല, പോകത്തില്ല എന്ന് പറഞ്ഞിട്ട്. ഇവിടുത്തെ വിഷയം എന്താ? മാനസാന്തരമാണ്. വരാമെന്ന് പറഞ്ഞിട്ട് വരാതിരിക്കുന്നതാണോ, വരത്തില്ലെന്ന് പറഞ്ഞിട്ട് വരുന്നതാണോ നല്ലത്? ഇന്ന് ഞാൻ വരാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞിട്ട് എങ്ങനെയും ഓടിപ്പിടിച്ച് വരുന്നതാണോ നല്ലത്? വരാമെന്ന് പറഞ്ഞിട്ട് വരാതിരിക്കുന്നതാണ്. ആമേൻ. ഒന്നാമത്തവൻ എന്താ ചെയ്തെന്നറിയാമോ? എന്റെ അപ്പൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് ചെയ്യേണ്ടതായിരുന്നു. അപ്പനോട് ഞാൻ മറുതരിച്ചു പറഞ്ഞല്ലോ. അവൻ പോകത്തില്ലെന്ന്. തനിക്ക് വിഷമമുണ്ടായി, തനിക്ക് ഭാരമുണ്ടായി, താൻ പശ്ചാത്തപിച്ചു. എന്നിട്ട് അപ്പനോട് പോലും അവൻ പറഞ്ഞില്ല. അവൻ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാൻ പോയി. മറ്റവൻ അങ്ങനെയല്ല. അവൻ പറഞ്ഞപ്പോ പോകാം, പക്ഷെ പോയില്ല. ആരാ അപ്പന്റെ ഇഷ്ടം ചെയ്തത്? അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഒന്നാമത്തവൻ. കർത്താവോട് പറഞ്ഞു കേൾക്കണോ? ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുന്നു. എന്താ ഇതിന്റെ കാരണം? നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ല, നിങ്ങൾ അനുദപിച്ചില്ല. ഇതിനകത്തെ ഒരു സബ്ജക്റ്റ് മാനസാന്തരമാണ്. ഇളയവൻ മൂത്തവൻ എന്നൊരു പ്രയോഗം ഇതിനകത്തുണ്ട്. അതിന് ആദ്യം ഞാനതാ പറയാനായിട്ട് പോകുന്നത്, ഇളയവനും മൂത്തവനും. സ്തോത്രം. നമ്മൾ വിചാരിക്കും ഈ കഥയ്ക്കകത്ത് ഇളയവനാ മോശമെന്ന്. ഇളയവനാ നല്ലത്. നമ്മൾ വിചാരിക്കും ഈ മൂത്തവനുണ്ടല്ലോ, ഒരു കുഴപ്പമില്ലാതെ നീതിമാനായിട്ടൊന്നൊക്കെ തോന്നി. പക്ഷെ അവനാ മോശം. അവസാനം അവനാ പുറത്തു പോയത്. ഈ കഥയുടെ പ്രത്യേകതകളാണ്. സ്തോത്രം. നമ്മൾ വിചാരിച്ചു ഈ ഇളയവൻ
എല്ലാം ചോദിപ്പിച്ച് ദൂരദേശത്തേക്ക് പോയി, വസ്തുവക നാനാവിധമാക്കി, എന്നിട്ട് മടങ്ങി വന്നു. സ്തോത്രം. ഈ ബന്ധങ്ങളിൽ, അതുകൊണ്ടാണ് കർത്താവ് ഈ ഉപമയെ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തോട് ഉപമിച്ചു പറഞ്ഞത്. സ്തോത്രം. ബന്ധങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നോർത്ത് നോക്കണം, രാജാവും പ്രജയുമുണ്ട്. അതൊരു ബന്ധമാണ്, രാജാവും പ്രജയും. പിന്നെ യജമാനനും ദാസനുമുണ്ട്, അപ്പനും മകനുമുണ്ട്. ഇതിലേത് ബന്ധമാണ്? ഏറ്റവും അടുത്ത ബന്ധം അപ്പനും മകനുമാണ്. ഈ അപ്പനെ ബഹുമാനിക്കണം, സ്നേഹിക്കണം, കൊടുക്കണം എന്നൊക്കെ എഴുതപ്പെട്ട പ്രമാണം നമ്മുടെ വീടുകളിലുണ്ടോ? ഇല്ല. അതൊരു ബന്ധമാണ്. അതുകൊണ്ടാണ് ഈ മൂത്തപുത്രൻ പറഞ്ഞു കേൾക്കണം, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു. അപ്പനും മോനുമായിട്ടുള്ള ബന്ധം സേവയാണോ? അല്ല, അത് കടപ്പാടാണ്. കടപ്പാടും സേവയും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസം. മറ്റു ചില ഭാഗം പഠിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സേവിക്കുന്നവരാ. പക്ഷെ ഇവിടുത്തെ വിഷയം നിങ്ങൾ നോക്കണം, സേവയല്ല. അപ്പനും മോനുമായിട്ടുള്ള ബന്ധം ഒരിക്കലും സേവയല്ല, അതൊരു കടപ്പാടാണ്. കടപ്പാട് ഒരിക്കലും തീരത്തില്ല. അപ്പനുമായിട്ടുള്ള ബന്ധം തീരുന്നതല്ല. സ്വന്തം നമുക്കറിയാമല്ലോ, ദൈവത്തെ എത്ര നമ്മൾ തള്ളിക്കളഞ്ഞാലും തള്ളിപ്പറഞ്ഞാലും ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവം നമ്മോട് പിന്നെയും സംസാരിക്കുന്നു. ദൈവം നമ്മോട് പിന്നെയും ഇടപെടുന്നു. ദൈവം പിന്നെയും വിളിക്കുകയാ. കാരണം ഈ ദൈവം സ്നേഹവാനായ ദൈവമാണ്. സ്തോത്രം. ഇവിടെ ഈ മുടിയപുത്രന്റെ, ജ്യേഷ്ഠന്റെ, ഈ പിതാവിന്റെ ഭാഷയ്ക്ക് വ്യത്യാസം. മുടിയപുത്രൻ ഉപയോഗിക്കുന്ന നിയമത്തിന്റെ ഭാഷയാണ്. അപ്പന്റെ വസ്തുവാണ്, എനിക്ക് തരണം, അതെന്റെ അവകാശമാണ്. നിയമത്തിന്റെ ഭാഷ ഉപയോഗിക്കും. ദൈവസന്നിധി വന്നിട്ട് അങ്ങനെയാണ്. രണ്ടാമത്തേത് ചേട്ടന്റെ ഭാഷ കടമ നിർവഹിക്കുന്ന ഭാഷ. അപ്പന്റെ ഭാഷ സ്നേഹത്തിന്റെ ഭാഷയാണ്. ഈ മക്കളൊക്കെ പറയുന്ന പോലാണോ മാതാപിതാക്കൾ തിരിച്ചു പറയും? ഒരിക്കലുമല്ല. കഴിഞ്ഞ ദിവസം ഞാൻ വാട്സപ്പിൽ കണ്ടു, അല്ല ഫേസ്ബുക്കിൽ കണ്ടു, ഒരമ്മയെ ഒരുത്തൻ മദ്യപിച്ചിട്ട് ഇഷ്ടംപോലെ അടിച്ചു, ഉപദ്രവിച്ചു. പോലീസുകാർ വന്നപ്പോ അതാണ് പറഞ്ഞു, അതാ അമ്മയുടെ അപ്പന്റെ പാട്ട്. ഈ ദൈവസ്നേഹത്തെ കുറിച്ച് അറിയണമെങ്കിൽ ദൈവം നമ്മോട് ചെയ്തത് ദൈവം ഒന്നും ഓർക്കുന്നില്ല. പറയുന്നത് നമുക്ക് തമ്മിൽ വാദിക്കാം. നിങ്ങളുടെ പാപങ്ങൾ എത്ര കടുംചുവപ്പായിരുന്നാലും അത് ഞാൻ ഹിമം പോലെ വെളുപ്പിക്കും. ദൈവം നമ്മെ സ്നേഹിച്ച് ദൈവമക്കളാക്കി തീർത്തതാ. ഇന്നും ദൈവം ശബ്ദവതിക്കുള്ളിൽ നമ്മെ ശ്രദ്ധിക്കുന്ന, നിങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരോട് പറയുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം പിന്നെ മാറി വിളിക്കുക. ഈ ഇളയവൻ മൂത്തവൻ, ഇളയവനാണല്ലോ ഓടിപ്പോയെന്നൊക്കെ പറഞ്ഞ് അവകാശിയാവുന്ന, പക്ഷെ അവനകത്ത് വന്ന് മറ്റോ പുറത്തും പോയി. ഇളയവൻ മൂത്തവൻ എന്നുള്ളൊരു പഠനം ബൈബിളിലുണ്ട്. ഞാൻ ആദ്യം പറയുന്നത് ആദാമിന്റെ രണ്ട് മക്കളാണ്, കയീനും ഹാബേലും. മൂത്തവൻ കയീൻ, ഇളയവൻ ഹാബേൽ. ആദ്യ കാലത്തിലാണ് ദൈവം പ്രസാദിച്ചത് ഹാബേലിന്റെ, അർത്ഥാൽ ഇളയവന്റെ. അബ്രഹാമിന് രണ്ട് മക്കളുണ്ട്, മൂത്തവൻ ഇസ്മായേൽ, രണ്ടാമത്തവൻ ഇസഹാക്ക്. ആരാ വാഗ്ദത്തത്തിന്റെ സന്തതി? രണ്ടാമത്തവൻ ഇളയവൻ. ഇസഹാക്കിന് രണ്ട് മക്കളുണ്ട്, മൂത്തവൻ ഏശാവ്, രണ്ടാമത്തവൻ യാക്കോബ്. ആരെയാണ് ദൈവം അനുഗ്രഹിച്ചത്? യാക്കോബിനെ, അർത്ഥാൽ ഇളയവനെ. യോസഫിന് രണ്ട് മക്കളുണ്ട്, മൂത്തവൻ മനശ്ശെ, രണ്ടാമത്തവൻ എഫ്രയീം. വല്യപ്പന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി അനുഗ്രഹിക്കാൻ യാക്കോബ് അവരെ അനുഗ്രഹിച്ചു. മൂത്തവൻ മനശ്ശെയെ വലത്തും, ഇളയവൻ എഫ്രയീമിനെ ഇടത്തും നിർത്തി യോസഫ്. യാക്കോബ് അനുഗ്രഹിച്ച് എങ്ങനെയാണെന്നറിയാമോ? കൈകൾ പിടച്ചു വെച്ചു. സ്തോത്രം. കൈകൾ പിടച്ചു വെച്ചു. യോസഫ് അതല്ലെന്നൊക്കെ പറഞ്ഞു, സമ്മതിച്ചില്ല. സ്തോത്രം. ഇളയവൻ, മൂത്തവരും ഇളയവരും ബൈബിളിന്റെ ഒരു ചരിത്രമാണ്. സ്തോത്രം. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നിക്കോദിമോസുമായിട്ടുള്ള സംഭാഷണത്തിൽ യേശു പറയുകയാണ്, വീട്ടിൽ ജനിക്കണം,
സ്വർഗ്ഗത്തിൽ കിടക്കണമെങ്കിൽ വീണ്ടും ജനിക്കണം. അതെങ്ങനെ ജനിക്കണം? വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. വെള്ളത്താലും ആത്മാവിനാലും. അവിടെ പറയുന്ന വെള്ളം വചനമാണ്. വെള്ളം പുരുഷാരത്തോട് ഉപയോഗിച്ചിട്ടുണ്ട്, വെള്ളം നിത്യജീവനോട് ഉപയോഗിച്ചിട്ടുണ്ട്, വെള്ളം പരിശുദ്ധാത്മാവിനോട് ഉപയോഗിച്ചിട്ടുണ്ട്, വെള്ളം സ്നാനത്തോട് ഉപയോഗിച്ചിട്ടുണ്ട്, വെള്ളം ദൈവവചനത്തോട് ഉപയോഗിച്ചിട്ടുണ്ട്. സ്തോത്രം. എങ്ങനെ? വെള്ളത്താലും ആത്മാവിനാലും. എന്നിട്ട് പറയുക, ജഡത്താൽ ജനിച്ചത് ജഡം, ആത്മാവിനാൽ ജനിച്ചത് രണ്ട് ജനനം. അത് പറയുമ്പോൾ ആവശ്യം രണ്ട് ജനനം മാത്രമല്ല, രണ്ട് മരണമാണ്. രണ്ട് മരണവും മാത്രമല്ല, രണ്ട് പുനരുദ്ധാനമാണ്. രണ്ട് ജനനം. ജഡത്താൽ ജനിച്ചത് ജഡം. ചിലർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 50 വയസ്സിലാണ്, 40ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ട ഒരാൾ പറയുകയാണ്, ആവശ്യത്തിൽ എനിക്ക് 10 വയസ്സേ ഉള്ളു. എത്ര? എങ്ങനെ? ആത്മീയത്തിൽ. ജഡത്താൽ ജനിച്ചത് ജഡം, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ്. രണ്ട് ജനനം. അടുത്തത് രണ്ട് മരണം. വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു, രണ്ടാം മരണം. മരണത്തെ പാതാളത്തെ തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഇത് രണ്ടാം മരണം എന്ന് വെച്ചാൽ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ 70, 80, 90 വയസ്സാകുമ്പോൾ ഒന്ന് മരിക്കും. അതാ ഒന്നാം മരണം. ഇത് രണ്ടാം മരണം. പിന്നെ വെളിപ്പാട് പുസ്തകം 26 പറയുകയാണ്, ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവരും ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. രണ്ടാം മരണത്തിന് അവരുടെ മേൽ അധികാരമില്ല. രണ്ട് ജനനമുണ്ട്, രണ്ട് മരണമുണ്ട്, രണ്ട് പുനരുദ്ധാനമുണ്ട്. സ്തോത്രം. ഇവിടെ ഇളയവൻ, മൂത്തവനല്ല, ഇളയവൻ. സ്തോത്രം. ഈ മൂത്തവൻ എന്ന് പറഞ്ഞാൽ പാരമ്പര്യം, പഴക്കം, തഴക്കം, അറിവ്, ഇതൊക്കെ മൂത്തവൻ. അവനൊത്തിരി പറയാറുണ്ട്. ഇളയവൻ താഴ്മ ധരിക്കുക, കീഴ്പ്പെടുക, അനുസരിക്കുക, അവൻ ചെറുതാകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇനി നാം വായിച്ചു വരുന്ന വേദഭാഗത്തെ അവൻ സ്തോത്രം ആ 25 മുതലാണല്ലോ ഞാൻ വായിപ്പിച്ചത്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവന്റെ മൂത്ത മകൻ സ്തോത്രം അവനൊന്ന് വീട്ടിനോട് അടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ടു. ബാല്യക്കാർ ഒരുത്തനെ വിളിച്ചു. ഇതെന്താണെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു കേൾക്കുന്ന ഇടത്തരക്കാരൻ, ബാല്യക്കാരൻ, നിന്റെ അപ്പൻ, നിന്റെ ഇളയ സഹോദരൻ വന്നതുകൊണ്ട് തടുപ്പിച്ച ആളക്കുട്ടിയാകുന്നു. ആ സന്തോഷമാണ് കേൾക്കുന്നത്. ഇത് കേട്ടപ്പോൾ അവന് കോപം വന്നു. അവനെന്താ പറഞ്ഞത്? അകത്ത് കിടപ്പാൻ മനസ്സിലാകുന്നു. എന്നിട്ട് അപ്പൻ പുറത്തു വന്ന് അപേക്ഷിച്ചിട്ടു. അപ്പൻ പുറത്തു വന്ന് സ്വയനീതിക്കാരൻ. ചിലരൊക്കെ വിചാരിക്കും നമ്മളെ ഇന്നാരും കുഴപ്പമില്ല, അവരാണിതിൻ്റെയൊക്കെ അവകാശം. സത്യം പറഞ്ഞാൽ ഈ ഇളയ മകൻ പോയപ്പോൾ മുതൽ വാസ്തവത്തിൽ ഇവനാ ഇവിടുത്തെ അധികാരി, അവകാശം എന്നൊക്കെ പറഞ്ഞിരിക്കാൻ. പക്ഷെ അവനകത്ത് കിടപ്പാൻ മനസ്സില്ലാതെ നിന്ന. സ്തോത്രം. ഞാൻ ഇതിന്റെ വിശദീകരണത്തിലേക്ക് കിടക്കുമ്പോൾ മുടിയപുത്രന്റെ ജീവിതത്തിലെ 2 അനുഭവങ്ങളെ കുറിച്ച് പറയാനാണ് ഞാൻ ഈ വിഷയം എടുത്തത്. മുടിയപുത്രന്റെ ജീവിതത്തിലെ 2 അനുഭവങ്ങൾ. സ്തോത്രം. 2 അനുഭവം എൻ്റെ ജീവിതത്തിൽ എല്ലാത്തിനും ഉണ്ട്. സ്തോത്രം. നമ്മളെ ഈ പുസ്തകം ഞാൻ വായിപ്പിക്കുന്നൊന്നുമില്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത് 12 വാക്യങ്ങൾ വായിച്ചു. 12, 20 ഒന്ന് വായിച്ചു. ആദ്യം 12, 20. അവര് ഇളവൻ അപ്പനോട്, അപ്പ ആ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്കു തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകർത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക്. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. സ്തോത്രം. ഈ രണ്ടുകൾ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ബൈബിളിൽ തന്നെ ഉണ്ട്. രണ്ടുകൾ. ഒന്നുകിൽ നമുക്ക് ദൈവത്തെ സേവിക്കാം, അല്ലെങ്കിൽ മാമോനെ. ഒന്നുകിൽ സ്വർഗത്തിൽ പോകും, അല്ലെങ്കിൽ നരകത്തിൽ പോകും. ഒന്നുകിൽ ജീവൻ, അല്ലെങ്കിൽ മരണം. ഒന്നുകിൽ അനുഗ്രഹം, അല്ലെങ്കിൽ ശാപം. ഒന്നുകിൽ പോരാട്, അല്ലെങ്കിൽ ചെമ്മരിയാട്. രാവും പകലും, കതിരും പതിരും, വെളിച്ചവും ഇരുളും, ദുഷ്ടന്മാരും നീതിമാന്മാരും, വിശാല വഴിയിലൂടെ നടക്കുന്നവരും ഇടുക്ക് വഴിയിലൂടെ നടക്കുന്നവരും. സ്വതന്ത്രം. രണ്ടുകൾ വേദപുസ്തകത്തിലെ ഒരു സബ്ജക്റ്റാണ്. ഈ ലോകത്തുള്ള സകല മനുഷ്യരെയും രണ്ടായി തിരിക്കുന്നു.
ഒന്ന് നീതിമാന്മാർ, രണ്ട് ദുഷ്ടന്മാർ. ഇവിടെ ഇരിക്കുന്ന ഞാൻ നിങ്ങൾ ഇതിലേതൊരു ഒരു ഗ്രൂപ്പിലാണ്. രണ്ട് ഗ്രൂപ്പിലും കൂടെ ആകാനും പറ്റത്തില്ല. മൂന്നാമതൊരു ഗ്രൂപ്പുമില്ല. ഒന്നുകിൽ തിരുമാന്റെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഞാൻ നിങ്ങളും ഒന്നുകിൽ സ്വർഗത്തിൽ പോകും, അല്ലെങ്കിൽ ഇത് രണ്ടിടത്തും കൂടെ പോകാൻ ഒക്കത്തില്ല. മൂന്നാമതൊരു സ്ഥലവും ഇല്ല. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, സ്വർഗമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, സ്വർഗമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അവിടെ ചെന്നെത്താൻ നിങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന മാർഗം ശരിയാണെന്ന് ഉറപ്പുവരുത്തണം. അത് ഞാൻ പറഞ്ഞതിന് കാരണം കേൾക്കണം. ഉദാഹരണം ധനവാന്റെ കാര്യമാണ്. ധനവാൻ മരിച്ച് അടക്കപ്പെട്ടു. ഇവിടുന്ന് എല്ലാവരും കൂടെ പറഞ്ഞ് ഇങ്ങോട്ട് അയച്ചേ, സ്വർഗത്തിലോട്ട് ചെന്നതില്ല. നമ്മളെല്ലാം പറഞ്ഞയച്ചത് പലരെയും പറഞ്ഞയച്ചൊക്കെ എവിടെ പോകുന്ന സ്വത്രം. കഴിഞ്ഞ ദിവസം ഉണ്ടായപ്പോൾ ആ സ്തോത്രം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, എല്ലാ ഉപദേശിമാരും എഴുന്നേറ്റ് പറയുക, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കാണാം, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കാണുന്ന അവിടെ നിൽക്കട്ടെ, ഇവിടെ ഭൂമിയിലായിരിക്കുമ്പോൾ കാണാം. ചുമ്മാതെ വന്ന് സ്റ്റേജ് കിട്ടുമ്പോൾ പ്രസംഗിച്ചേച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കാണാം, ഇവിടെ വെച്ച് കാണണം. ഞാൻ നിങ്ങളൊക്കെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതല്ല, ഇവിടെ അത് ദൈവം കാണാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഇവിടെ എങ്ങനെയാ സൂത്രം. ഞാന് മുടിയപുത്രന്റെ ജീവിതത്തിലെ രണ്ടുകൾ, അതിനെ കുറിച്ചാണ് ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. എനിക്ക് ഏറ്റവും അനുസ്തോത്രം ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ഇത്, മുടിയപുത്രനെ കുറിച്ച്. സ്തോത്രം. ഈ ഉപമ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപമയാണ്. മനുഷ്യനും ദൈവമായിട്ടുള്ള ബന്ധം പിതൃപുത്ര ബന്ധമാക്കി ചിത്രീകരിച്ച് സാധാരണമായ കർത്താവിന്റെ ഉപമകൾ നിങ്ങൾക്കറിയാമല്ലോ. വിത്ത്, വിത, കൊയ്ത്ത്, മെതി, പന്നിയെ തീറ്റുക, ആട് വളർത്തുക, കല്യാണ വീട്, വിലാപ വീട്, ഇതൊക്കെ യേശുവിന്റെ ഉദാഹരണങ്ങൾ, ഉപമകൾ. നമ്മളെ പഠിപ്പിക്കുവാൻ നമ്മുടെ ഇടയിൽ നിന്ന് ചെറിയ ചെറിയ കാര്യങ്ങളെ ആത്മീയത്തിന്റെ വലിയ സത്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഉദാഹരണങ്ങൾ, ഉപമകളാണ്. അവിസ്തോത്രം. പരിചിതമായവയിൽ നിന്ന് അപരിചിതമായവയിലേക്കും, ദൃശ്യമായതിൽ നിന്ന് അദൃശ്യമായതിലേക്കും നമ്മുടെ ചിന്തകളെ കൊണ്ടെത്തിക്കുന്ന ബോധന മാർഗത്തിനാണ് ഉപമ എന്ന് പറയുന്നത്. യേശുവാചയുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. എന്നിട്ട് ഇതിനൊക്കെ അവസാനം എന്താണെന്നറിയാമോ? ഇതിന്റെ അവസാന വാക്യം 15-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, അവണ്ണം മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു ഭാവിയെ ചൊല്ലി സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. 10-ാം വാക്യത്തിൽ പറയുന്നു, ഔവണ്ണം മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 9 നീതിമാന്മാരെക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു ഭാവിയെ ചൊല്ലി സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. സ്തോത്രം. മാനസാന്തരം, അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. മാനസാന്തരം. നിങ്ങൾക്കറിയാമോ, ഡോക്ടർ സ്പർജൻ പറഞ്ഞൊരു കാര്യം, നമ്മുടെ മാനസാന്തരം ഇല്ലായ്മയാണ് മറ്റുള്ളവരെ ഇതിലേക്ക് വരാൻ തടസ്സമായി നിൽക്കുന്ന കാരണം. എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത്, മാനസാന്തരപ്പെട്ടെങ്കിലേ മാനസാന്തരപ്പെടേണ്ടവർ മാനസാന്തരപ്പെട്ടു. മനസ്സിലായോ? മാനസാന്തരപ്പെട്ടെങ്കിലേ മാനസാന്തരപ്പെടേണ്ടവർ മാനസാന്തരപ്പെടൂ. സ്തോത്രം. 10, 12, 20 വാക്യം നമ്മൾ വായിച്ചു. ആദ്യത്തെ ഞാൻ പറയുന്നു രണ്ടുകൾ, മുടിയപുത്രന്റെ ജീവിതത്തിലെ രണ്ടുകൾ 6 എണ്ണമാണ്. അതിൽ ഒന്നാമത്തേത് 2 യാത്രയാണ്. ആദ്യത്തെ യാത്ര അപ്പന്റെ അടുക്കൽ നിന്ന് ദൂരദേശത്തേക്ക് യാത്രയായി. രണ്ടാമത്തെ യാത്ര അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കലേക്ക് യാത്രയായി. മുടിയപുത്രന്റെ ജീവിതത്തിൽ 2 യാത്രകളുണ്ട്. ഒന്ന് അപ്പന്റെ അടുക്കൽ നിന്ന് ദൂരദേശത്തേക്ക്.
സ്തോത്രം. ഇന്ന് പലരും ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുക, ദൂരോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ആമേൻ സ്തോത്രം. നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ഇടപാട് കൊണ്ട് പലരും ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയാണ്. സ്തോത്രം. രണ്ട് യാത്ര. ഇത്രയേറെ പ്രായം കൂടുതൽ അപ്പനിൽ നിന്നൊക്കെ അകന്നതിന്റെ കാര്യമല്ല. അപ്പന് പ്രായം അനുസരിച്ച് മക്കൾക്ക് പ്രായം കൂടിയിട്ടുണ്ട്. ഒരിക്കലും വ്യത്യാസം വരുന്നില്ല. സ്തോത്രം. അപ്പന്റെ ഇഷ്ടത്തിനൊപ്പം കേട്ടോ. മറ്റേ പുള്ളി എവിടെയാണെന്ന് അറിയാമോ? വയലിൽ. അതുകൊണ്ട് അപ്പന്റെ ഇഷ്ടമൊന്നും അറിയാൻ കഴിഞ്ഞില്ല. ഇന്ന് പലർക്കും വയലെന്ന് പറഞ്ഞാൽ ജോലി തിരക്ക്. സ്തോത്രം. ജോലി തിരക്ക്. വയല് അവരുടെ ആത്മീയത്തെ തകർത്തി കളഞ്ഞത് അവരുടെ വയലാണ്. ഞായറാഴ്ച പോലും കെട്ടിച്ചാ വരുന്നു. ഇന്ന് 12 മണിക്കാണ്. അപ്പോഴേ തൃതിയ പോയി. ഒന്നിന് അന്നേരം തൃതിയ. 11 നിർത്തി. അന്നേരം തൃതിയ. സ്തോത്രം. സമയമെടുത്ത് ഇവിടെ വരാൻ ഒക്കുന്നില്ല. എന്താ തിരക്ക്? ജോലി തിരക്ക്. കർത്താവ് ഒരു ഉപമ ഈ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവൻ സ്തോത്രം. അവൻ സദ്യക്ക് ക്ഷണിച്ചു. സമയമാകുമ്പോൾ വിളിച്ചു. ചിലരെ 2 പ്രാവശ്യം വിളിക്കണം. നേരത്തെ ക്ഷണിച്ചതാ, പിന്നെ ഒന്നുകൂടെ വിളിക്കണം. ചില രോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ വിളിക്കണം. അല്ലെ അവർ വരത്തില്ല. സ്തോത്രം. വിളിച്ചു. അപ്പോൾ ഒന്നാമത്തെ പറഞ്ഞു കേൾക്കണം. ഞാൻ ഞാനൊരു നിലം കൊണ്ടിട്ടുണ്ട്, അത് ചെന്ന് കാണണം. രണ്ടാമത്തെ പറഞ്ഞു ഞാൻ 5 കാളെ കൊണ്ടിട്ടുണ്ട്, അതിനെ ചെന്ന് ചോദന ചെയ്യണം. മൂന്നാമത്തെ പറഞ്ഞു കേൾക്കണം. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് വരാൻ നിവർത്തിയില്ലെന്നാ വാക്ക്. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നു വരാൻ നിവർത്തിയില്ല. അപ്പൊ ഒന്നാമത്തെ എന്താ പറഞ്ഞു? ഞാൻ നിലം കൊണ്ടതിന് അത് ചെന്ന് കാണണം. നമ്മള് വസ്തുവിന് വില പറയുന്നത് വസ്തു കണ്ടേച്ചാ. ഈ ചിലരൊക്കെ എക്സ്ക്യൂസ് കേട്ടാ ദൈവസന്നിധിയിൽ ഒരിക്കലും നീതീകരിക്കപ്പെടത്തില്ല. സ്തോത്രം. രണ്ടാമതും പറയുക, ഞാൻ 5 കാളയെ കൊണ്ടിട്ടുണ്ട്, അതിനെ ശോധന ചെയ്യണമെന്ന്. കാളയോ ആടിനെയോ കണ്ട് അത് ശോധന ചെയ്ത് അതിന് ചെവിയുണ്ടോ മൂക്കുണ്ടോ കണ്ണുണ്ടോ എന്നൊക്കെ നോക്കിയല്ലേ നമ്മൾ മേടിക്കുന്നത്. ഇവൻ പറയുക, ഞാൻ 5 കാളയെ കൊണ്ടിട്ടുണ്ട്, അതിനെ ശോധന ചെയ്യണം. ഞാൻ നിങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ആത്മീയ കാര്യങ്ങളിൽ എക്സ്ക്യൂസ് പറയുമ്പോൾ ഓർത്തോണം, ദൈവത്തിന്റെ സന്നിധി എത്രത്തോളം നീതീകരണമുണ്ട്. ഞാൻ എന്റെ സഭയിൽ കുടുംബനാണ്. എന്റെ സഭയിൽ പലപ്പോഴും പറയാറ് ഇടയ്ക്കത്തെ കാര്യമൊന്നും പറയത്തില്ല. വരാൻ നമ്മൾ ചെന്ന സാക്ഷ്യത്തിന് പോലും സമയം കിട്ടുമ്പോൾ ദൈവനാമത്തിനകത്ത് ഉണ്ടായിട്ട് ഞാൻ രാവിലെ വണ്ടി എടുത്തു. സ്റ്റാർട്ടാക്കിയപ്പോൾ സ്റ്റാർട്ടായില്ല. പിന്നെ സ്റ്റാർട്ടായില്ല. പിന്നെ സ്റ്റാർട്ടാക്കിയല്ലോ ഉള്ളൂ. ഇതൊന്നും സംശയമല്ല. എങ്ങനെ എനിക്ക് വരിക എന്നുള്ളതാണ്. വന്ന കാര്യം പോയ കാര്യം ഇതൊക്കെ പറഞ്ഞ സമയങ്ങളിൽ ആത്മീയത്തിന്റെ ലക്ഷണമായിട്ടാണ് തന്നെ കാണുന്നത്. ഭയങ്കര ആത്മീയമായിട്ടാണ് എനിക്ക് കാണുന്നത് ഈ സമയങ്ങളിലല്ല. സ്വന്തം പണ്ട് ഒറ്റപ്പെട്ട് പണ്ട് നമ്മുടെ ആദ്യകാലങ്ങളിലൊക്കെ സാക്ഷ്യം വെച്ചേക്കുന്ന ഈ ആദ്യകാലങ്ങളൊക്കെ ദൂരെയായിരുന്നു വിശ്വാസികൾ. അവരൊത്തുകൂടുമ്പോൾ അവർ പ്രാർത്ഥനാ വിഷയം അവരുടെ വിഷയങ്ങളൊക്കെ അറിയാൻ വേണ്ടി വെച്ചതാണ് ഈ സാക്ഷ്യം. സാക്ഷ്യം അതിനാണ് ഇന്ന് ഒരു സാക്ഷ്യം ഉള്ളതാകും. ഇന്നൊരു സാക്ഷ്യം പറഞ്ഞത് ഗുണമാകും. ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ ഓർത്തോളം നമ്മൾ ദൂരോട്ട് പോകുക. എന്താ കഴിഞ്ഞ നാളുകളിലെ ബന്ധം ഇപ്പോൾ ഉണ്ടോ? പ്രാർത്ഥനയിൽ അത് അറിയാനുണ്ടോ? ആരാധനയിൽ അത് അറിയാനുണ്ടോ? മുടിയപുത്രൻ അപ്പന്റെ ഭവനത്തിലായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് ദൂരദേശത്തേക്ക് യാത്രയായി. നമ്മുടെ സംസാരം കൊണ്ട് ഇടപാട് കൊണ്ട് ഇന്ന് പഴയ പ്രാഗൽഭ്യം, ആ സന്തോഷം, ഇനി ഞങ്ങൾക്ക് സന്തോഷം എന്താണെന്ന് അറിയത്തില്ല. ആ വിശ്വാസം നമ്മൾ പറയുന്നത് വചനം കേട്ട് ആരാധിച്ച് ബലം പ്രാപിച്ചു പോകണം. എങ്ങനെയാണ് ബലം പ്രാപിക്കുന്നത്? എങ്ങനെ ബലം പ്രാപിക്കുന്നേ? നമ്മൾ സന്തോഷിച്ച് ബലം പ്രാപിച്ചു. എങ്ങനെ ബലം പ്രാപിച്ചു പോകുന്നത്? ഓളിൽ നടക്കുമ്പോൾ ഇങ്ങനെ മസിൽ പിടിച്ചു പോകുന്നതായിരിക്കണം. ഓളിന്റെ വിറ്റുതൊക്കെ ഇങ്ങനെ മസിൽ പിടിച്ചു പോകുന്നതാണ് ബലം പ്രാപിച്ചു പോകുന്നത്. വായിച്ച നല്ലൊരു വാക്യം കേട്ടോണം. നെഹമ്യാ 8:10 വായിച്ചേ. നെഹമ്യാ 8:10.
ദൈവം കേട്ട് ആ സന്തോഷമാ നമ്മുടെ ബലം. സന്തോഷം നമ്മുടെ ബലം. പിന്നെ നമ്മൾ ബലം പ്രാപിച്ചത് പറഞ്ഞ എങ്ങനെ പാടി ആരാധിച്ച് ദൈവം കേട്ട് ആ സന്തോഷം ഉള്ളിൽ ഏറി ഉള്ളിൽ പേരി പോകുമ്പോഴാ യഹോവയിലെ സന്തോഷം. അതാണ് നമ്മുടെ ബലം. നിങ്ങളെന്താ ഉദ്ദേശിച്ച്? അവിടെ ചിലര് യോഗത്തിന് വന്നിട്ട് നിരാശപ്പെട്ടാൽ പോകുന്ന ബലം കൊണ്ടാണോ? അല്ല. ഒന്നാമതേ താമസിച്ചേ വരൂ, പാട്ട് രണ്ടും പാടാനൊത്തില്ല. മൂന്നാമത് പാട്ട് പാടിയ പാട്ടൊക്കെ അറിയത്തുമില്ല. സങ്കീർത്തനം വായിച്ചു മുഴുവൻ എന്നോടാണെന്ന് തോന്നി, ഗൗരവം കൂടി. പ്രബോധനം കഴിഞ്ഞൊരു സാക്ഷി ഉണ്ടായിരുന്നു, താമസിച്ചൊന്നുകൊണ്ട് അതും കിട്ടിയില്ല. ഒരിച്ചിരി പൈസ കരുതിയാ വന്ന് അതുകൊണ്ട് സ്വന്തം ചെയ്തു. ഇപ്പൊ പോകുക എങ്ങനെയാണെന്നറിയാം, എല്ലാം നഷ്ടപ്പെട്ടവരായിട്ട്. അവസാനം ഒന്ന് ചോദിച്ച എവിടെയായിരുന്നു? കാണത്തില്ലയോ ബൈബിൾ കയ്യിലിരിക്കുന്ന? എന്തോ പറ്റി? പല ആത്മീയ സന്തോഷം അപ്പന്റെ അടുത്ത് തന്നെ ഉണ്ടോ? ദൂരോട്ടാണോ യാത്ര? പാപം ചെയ്യുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയോ? വിശുദ്ധനായ ദൈവത്തിന് അഭിസ്തോത്രം പാപം സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പാപം ഉപേക്ഷിച്ച് അപ്പന്റെ അടുക്കലേക്ക് വരിക. പുതിയ രണ്ട് യാത്രയുണ്ട്. ഒന്നാമത്തെ യാത്ര ദൂരദേശത്തേക്കുള്ള യാത്ര. രണ്ടാമത്തെ യാത്ര അപ്പന്റെ അടുക്കലേക്ക്. ദൈവങ്ങളെ ഓരോ ദിവസവും ദൈവത്തോട് ഏറ്റവും അടുത്തടുത്ത്, ദൈവത്തോട് അടുത്ത് നമ്മുടെ സംഭാഷണം കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ഇടപാട് കൊണ്ട്, നമ്മുടെ കൊടുക്കവാങ്ങൽ കൊണ്ട് എപ്പോഴും അപ്പനോട് ചേർന്ന് അപ്പന്റെ അടുക്കലേക്ക്. സ്വന്തം ദൈവത്തെ സൂചാത്തെ. രണ്ടാമത്തേത് രണ്ട് പ്രാർത്ഥനയാണ്. ആദ്യത്തെ പ്രാർത്ഥന എന്താ? ആദ്യത്തെ പ്രാർത്ഥന അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണം. രണ്ടാമത്തെ പ്രാർത്ഥന എന്താ? അപ്പ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. പങ്കുചോദ്യമാണോ ഇന്നത്തെ പ്രാർത്ഥന? അതോ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നാണോ പ്രാർത്ഥന? ചിലരിന്നും പങ്കുചോദ്യത്തിന് എനിക്ക് കിട്ടാൻ, ഞങ്ങൾക്ക് കിട്ടാനുള്ളത് ഒരു പാട്ട് എടുത്ത് വെച്ചിട്ട് പകൽ മുഴുവൻ ഇവിടെ കാത്തു സൂക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് തരാനുള്ളത്. ഞങ്ങൾക്ക് പങ്കിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചു വല്ലതും കിട്ടിയോ? എന്തായിരുന്നു അനുഗ്രഹം? ഏകദേശം എന്താ പറയുന്നത്? സ്തോത്രം. എന്താ അനുഗ്രഹം? ആഗ്രഹിക്കുന്നൊക്കെ കിട്ടുന്ന അനുഗ്രഹം, ആവശ്യമുള്ളത് കിട്ടുന്ന അനുഗ്രഹം. എനിക്ക് 4 മക്കളുണ്ട്, 2 പെണ്ണും 2 ആണും. എന്റെ ആവശ്യമായിരുന്നു കുഞ്ഞുങ്ങളെ കെട്ടിക്കാൻ. ഞാൻ അവരെ കെട്ടിച്ചു. ഞാനിപ്പോഴും പറയുന്നു ദൈവം എന്നെ അനുഗ്രഹിച്ചു. കണ്ടതിനെ വെച്ചിട്ടല്ല, ഇന്നോവ കാർ മേടിച്ചിട്ടല്ല, അമേരിക്ക പോയതുകൊണ്ടല്ല. ദൈവം എന്നെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞ ആവശ്യമുണ്ട്. ഇന്ന് നമ്മളെ ഇഷ്ടപ്പെടുന്നത്, നമ്മൾ കാണുന്നതെല്ലാം നമ്മുടെ ആവശ്യമായി പരിഗണിച്ചങ്ങ് പ്രാർത്ഥിച്ചോടുക. അവിടെ ഇവിടെ കാണുന്നതും കേൾക്കുന്നതും എല്ലാം നമ്മുടെ ആവശ്യമാണെന്ന് പ്രാർത്ഥിച്ചോടുക. എന്തോ പ്രാർത്ഥിച്ച് ഭൗതിക കാര്യങ്ങൾ. 1500 പേരുന്ന് നോർത്ത് ഇന്ത്യയിൽ അവൻ ജയിലിൽ കഴിയുന്നുണ്ട്. സുവിശേഷകർ അനേകർക്ക് ഫോൺ നഷ്ടപ്പെട്ടു, അനേകർക്ക് വീട് നഷ്ടപ്പെട്ടു, അനാഥരുണ്ട്, വിധവമാരുണ്ട്, രക്ഷിക്കപ്പെടുവാനുണ്ട്. ഇതൊന്നും വന്ന നമ്മുടെ പ്രാർത്ഥന, നമ്മൾക്ക് പ്രാർത്ഥന നമ്മുടെ വിഷയമാണ്. 3 വർഷം മുമ്പ് എന്റെ വൈഫ് മരിച്ചു. പള്ളിച്ചേരിലൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ദൈവാത്മാവിനെ ധൈര്യപ്പെടുത്തിയൊരു വാക്കുണ്ട്, ഞാൻ പറയാൻ എന്താ? സ്തോത്രം. ചോദിക്കുന്നതിനെല്ലാം ഉത്തരം കിട്ടുന്ന രോഗിയായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തു, ചികിത്സിക്കുകയും ചെയ്തു. ചോദിക്കുന്നതിനെല്ലാം ഉത്തരം കിട്ടുന്നതല്ല വിശ്വാസം. ചോദിക്കുന്നതിനൊക്കെ ഉത്തരം കിട്ടുന്നതല്ല വിശ്വാസം. പിന്നെ ഉത്തരമില്ലാതെ ജീവിക്കുന്ന വിശ്വാസം. പാലാതിന് ഉത്തരമില്ല, എന്നും ജീവിക്കുന്നു. പൗലോസ് കാര്യം പറഞ്ഞു, ഞാൻ കാരാഗ്രഹത്തിലാണ്, എങ്കിലും ഞാൻ സന്തോഷിക്കുന്നു. പിൻവിലയത്തിൽ പൗലോസ് പറയുന്നു, സന്തോഷിപ്പി എന്ന് ഞാൻ പിന്നെ നിങ്ങളോട് പറയുന്നു. സ്വന്തം പങ്കുചോദ്യമാണോ? സമയം ഷെഡ്യൂൾ ചെയ്തുള്ള പങ്കുചോദ്യമാണോ നിങ്ങളുടെ പ്രാർത്ഥന? അതോ പുണ്യപുത്രന്റെ രണ്ടാമത്തെ പ്രാർത്ഥന പോലെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അപ്പോ ഞാൻ നിന്നോട് സ്വർഗത്തോട് പാപം ചെയ്തു? 2 പ്രാർത്ഥന, 2 യാത്ര.
ചില പ്രാർത്ഥന കേൾക്കുമ്പോഴേ അറിയാം. ഞാനിപ്പോഴും പറയും ഉണർവൊക്കെ ആയിരുന്നു, ഭയങ്കരമായിരുന്നു. പക്ഷെ ജഡമിട്ട് നൽകുന്നത് കൃത്യം കാണുമ്പോൾ അറിയാം. പിടിച്ചാൽ മതി. ആഴത്തിൽ നിന്നുള്ള ആരാധന, ആഴത്തിൽ നിന്നുള്ള പ്രാർത്ഥന. പ്രാർത്ഥന രണ്ടാമത്തെ പ്രാർത്ഥന തന്റെ വിളി സ്തോത്രം. ചുങ്കക്കാരെ പ്രാർത്ഥിച്ചറിയാമോ? സ്വർഗത്തേക്ക് പോലും നോക്കാൻ തുനിയാതെ മറ്റവരെന്താ പ്രാർത്ഥിച്ചേ? ആഴ്ച 2 വട്ടം. ഇന്നും കൃപ സ്തോത്രം. ഇന്നും ആഴ്ച 2 വട്ടം. അത് മറ്റൊരു വേർഷനാന്നുള്ളതേ ഉള്ളൂ. ഞാനിപ്പോഴും പറയുന്നു, നമ്മുടെ ജഡത്തിന്റെ ആവശ്യങ്ങൾ ഒന്നും ദൈവം വിലക്കുന്നില്ല. പക്ഷെ മോഹത്തെ ദൈവം എതിർക്കുന്നു. ബൈബിൾ എതിർക്കുന്നു. വായിച്ചേ സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 34-ാം വാക്യം വായിച്ചേ. ലൂക്കോസ് 21:34. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കഴിവുപോലെ സംഭവിക്കാതിരിപ്പോൾ സൂക്ഷിച്ചുകൊള്ളി. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്ത. ശ്രദ്ധിച്ചോണേ ദൈവമക്കളാണ്, ശ്രദ്ധിച്ചോണം. 3 പേരുടെ 3 കുട്ടികളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട്: 1 അതിഭക്ഷണം, 2 മദ്യപാനം, 3 ഉപജീവന ചിന്ത. ചോദ്യം: മദ്യപാനി സ്വർഗ്ഗരാജ്യത്തിൽ പോകുമോ? മദ്യപാനി സ്വർഗ്ഗരാജ്യത്തിൽ പോകുമോ? ഇല്ല. മറ്റേ 2 കൂട്ടും പോകത്തില്ല. മനസ്സിലായോ? മദ്യപാനി സ്വർഗ്ഗരാജ്യത്തിൽ പോകുമോ? ഇല്ല. മറ്റേ 2 കൂട്ടും പോകത്തില്ല. ആരാ? ഉപജീവനക്കാരനും അതിഭക്ഷണക്കാരനും. ഇവിടെ പറഞ്ഞ നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ഹൃദയം. അതിനൊരു ഒരു ഉദാഹരണം ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി, മനസ്സിലാവും. നിങ്ങളുടെ ഹൃദയം. വിശപ്പ് എവിടെ ഉണ്ടാകുന്നേ? വയറ്റി. വിശപ്പ് വയറ്റാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഇപ്പൊ വിശപ്പ് എവിടെയാണെന്ന് അറിയാമോ? നിങ്ങളുടെ ഹൃദയത്തിലാണ് വിശപ്പ്. വയറ്റാണ് വിശപ്പിക്കോണ്ട. അതിന്റെ അർത്ഥം തന്നെ ഇന്നത്തെ കൊള്ളത് ഉണ്ടാക്കി വെച്ചാൽ വന്നേ. ഇച്ചൂടെ ശ്രദ്ധിച്ചാൽ ഈ ആഴ്ചത്തേക്കൊന്നുണ്ട്. ചില ഇച്ചൂടെ ബസ് പിടിച്ചാൽ ഈ മാസത്തേക്കൊന്നുണ്ട്. ഇപ്പോഴത്തെ ചിന്ത മുഴുവൻ അടുത്ത മാസത്തേക്കൊന്നാണ്. മനസ്സിലായോ? എവിടോട്ടാ കയറിയത്? ഹൃദയത്തിലോട്ട്. ആവശ്യമില്ലാത്ത വ്യാകുലപ്പെട്ട് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. അതിനൊന്നും പ്രാർത്ഥിക്കാൻ നിൽക്കണ്ട. അത് സമയം കളയുകയാണ്. പ്രാർത്ഥിക്കാൻ ഒത്തിരി വിഷയങ്ങളുണ്ട്. എന്നാൽ ഓർത്തോണം, നിങ്ങളുടെ ഹൃദയം. 28-ാം സങ്കീർത്തനം 18-ാം വാക്യം 30-ാം വാക്യം കൊടുത്ത് വായിച്ച്. 78-ാം സങ്കീർത്തനം 18-30 വായിച്ച്. 18-30. തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു. അവരുടെ കൊതിക്ക് മതിയൊന്നില്ല. മരുഭൂമിയായിരുന്നപ്പോൾ നിങ്ങൾക്കറിയാമോ, ദൈവത്തിന് ലിമിറ്റ് വെക്കുന്നത് ഏറ്റവും പ്രശ്നമുള്ള കാര്യമാണ്. നമ്മുടെ ദൈവത്തിന് ലിമിറ്റ് വെക്കുക. അവരുടെ കൊതിക്ക് അവർ ഭക്ഷണം കൊതിക്ക്. ഇനി മുമ്പേ പറഞ്ഞവരെ ശ്രദ്ധിച്ചോളാം. ഉദാഹരണം പറയാം, ശ്രദ്ധിച്ചോളാം. വിശന്നാൽ ഭക്ഷണം കഴിച്ചാൽ വിശപ്പ്, ദാഹിച്ചാൽ വെള്ളം കുടിച്ചാൽ ദാഹവും. കൊതി ജീവിതത്തിൽ മാറത്തില്ല. ചിലരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓണസമയമാകുമ്പോ ഞങ്ങൾക്ക് ഓണമൊന്നുമില്ല, പിന്നെ കൊതിക്ക് 2 കാ വറുത്തണം. അവരുടെ കൊതിക്ക് മതി വന്നില്ല. അതായത് അവരുടെ പ്രശ്നം. അതുകൊണ്ട് കൊതിച്ചിട്ട് ലഭിക്കുന്നില്ല. ഭക്തന്റെ ആഗ്രഹത്തെ സാധിപ്പിക്കുമ്പോൾ നീതിമാന്റെ ആഗ്രഹത്തെ സാധിപ്പിക്കുമ്പോൾ ദുഷ്ടന്റെ കൊതിയെയോ അവൻ തള്ളിക്കളയുന്നു. നമ്മുടെ ആഗ്രഹം സാധിപ്പിക്കാൻ എനിക്ക് 2 പെൺപിള്ളേരാണ്. 2 പെൺപിള്ളേർക്ക് അവർക്ക് ഓരോ കുഞ്ഞുങ്ങൾ 2 പേരും കെട്ടിച്ചു. 2 ആൺപിള്ളേരുണ്ട്, ട്വിൻസാണ്. നമ്മൾ ഈ ഇതിനെക്കുറിച്ചൊന്നും ഒത്തിരി ഞാൻ പ്രാർത്ഥിക്കുകയൊന്നും ചെയ്തില്ല. പക്ഷേ എന്റെ ഭാര്യ ഒരിക്കലും എന്നോട് ചോദ്യം ചോദിച്ചു. ഒരു തമാശ പറഞ്ഞതാണ്. ഒരു തമാശ. ആ തമാശ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണം.
എൻ്റെ ഹൃദയത്തിൽ വലിയ മുറിവേറ്റൊരു സംഗതിയായി. അവളങ്ങനെ എന്നെ മുറിവേപ്പിക്കാമെന്ന് പറഞ്ഞില്ല കേട്ടോ. ഞാൻ അവിടെ കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് 19 വയസ്സ്, എനിക്ക് 24 വയസ്സ്. എൻ്റെ കുഞ്ഞിന് 28 വയസ്സായി, കല്യാണം നടന്നില്ല. മൂത്തോ എൻ്റെ വൈഫ് എന്നോട് ചോദ്യം ചോദിച്ചു. ചോദ്യം ഇതാണ്: എൻ്റെ അപ്പൻ എന്നെ 19ാമത്തെ വയസ്സിൽ കെട്ടിച്ച് നിങ്ങളുടെ മോളെയോ? അതാണ് തമാശ. അതെനിക്ക് വലിയ മുറിവായി. ഞാൻ ദൈവസന്നിൽ അവളെ ഒന്ന് വഴക്കുമല്ല, അവർ തമാശ പറഞ്ഞതാ. ഞാനൊരു സുവിശേഷകനാണ്. ഒന്നും കരുതി വെച്ചിട്ടില്ല. ഞാനിപ്പോഴും പറയുന്നു, ഒരു ഓഡിറ്റോറിയത്തിൽ, വെണ്ണിക്കുളത്ത് സെന്റ് ഫൈനാൻസ് ഓഡിറ്റോറിയത്തിൽ 7,000-8,000 രൂപ കൊറോണ കാലത്ത് കാര്യങ്ങൾ ചെയ്യാൻ അവിടെ കിട്ടിയ വലിയ ക്രമീകരിച്ചത് തന്നെ 2 ലക്ഷം രൂപ ഫീസ് വന്നു. ഞാൻ ഇടയെ കെട്ടിക്കാൻ വെച്ചു ഒരു തുടക്കത്തിൽ. അതുപോലെ സംഭവിച്ചു. 2 പേർക്കും ഓരോ കുഞ്ഞുങ്ങളും. ദൈവങ്ങളെ, വിശ്വാസം എന്ന് പറയുന്നത് എന്താണ് വിശ്വാസം? ചോദിക്കുന്നതിനൊക്കെ ഉത്തരം കിട്ടുന്നതല്ല വിശ്വാസം. ഉത്തരവില്ല എങ്കിലും ജീവിക്കുന്നു, അതാണ് വിശ്വാസം. അബ്രഹാമിന്റെ വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം. എന്താ വിശ്വാസം? എബ്രായലേഖനം 11:8 എന്താണെന്നറിയാമോ? അബ്രഹാമിനെ ദൈവം തന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വിളിക്കപ്പെട്ടാതെ എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ, അതാ വിശ്വാസം. അതുകൊണ്ടാണ് അവിടെ അബ്രഹാമിന്റെ അതേ വിശ്വാസമുള്ളവരായി ഇന്നത്തെ പുതിയ വിശ്വാസികൾ. അബ്രഹാമിന്റെ വിശ്വാസം എന്തായിരുന്നു? നിങ്ങൾ അബ്രഹാമിനോട് ചോദിച്ചു, എവിടെ അബ്രഹാം അറിയത്തില്ല. നമ്മളിപ്പോ വിശ്വാസം കൂടി ഇതൊക്കെ കേട്ടാണ് വിശ്വസിച്ചേ. നമ്മളിങ്ങനെ അബ്രഹാം ചരിത്രമൊക്കെ കേട്ട് വിശ്വസിച്ച് അങ്ങോട്ട് അറിയത്തില്ല. എവിടെ പോവാ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ യോഗത്തിന് ചെല്ലുന്നിടം വരെ ഒരു കുഴപ്പമില്ല. എന്തോ പറ്റുമെന്ന് ചോദിക്കും മനുഷ്യൻ, ഇല്ലേ? യോഗത്തിൽ ചെല്ലുന്നിടം വരെ ഒരു കുഴപ്പം. ഇപ്പൊ പറയുന്നത് അറിയത്തില്ല. അബ്രഹാമിനോട് യാത്ര ചെയ്യുമ്പോൾ അബ്രഹാമിനോട് ചോദിച്ചു, എവിടെ പോവാർക്ക് അറിയത്തില്ല. പക്ഷെ അബ്രഹാം പറയും, എന്നെ വിളിച്ചൊരുവനുണ്ട്, അവനറിയാം. നമ്മുടെയൊക്കെ വിശ്വാസം അത് പരിശോധിക്കേണ്ട. സ്തോത്രം. നേഴ്സിംഗ് പഠിച്ചോണ്ട് കുഞ്ഞ്, അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കുഞ്ഞിന് അവിടുന്ന് മാറുന്ന നിൽക്കാനൊക്കത്തില്ല. അതിനെ പുഷ്പകരിച്ചു എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ആവശ്യം ഒരിടത്ത് വിടുമെന്ന് അറിഞ്ഞപ്പോഴേ മറ്റിടത്ത് കൊണ്ട് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചാൽ നമ്മൾ ഞായറാഴ്ച വന്നൊരു സാക്ഷ്യം എന്താണെന്നറിയാമോ? ദൈവം എല്ലാം ചെയ്തത് നമ്മളെ ചെയ്തേച്ച, നമ്മളെ ഒപ്പിച്ചാൽ അതാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസം അങ്ങനെ. നമ്മൾ ഒരെണ്ണം കണ്ട് റെഡിയാക്കിയിട്ട് പറയുക, ദൈവം കല്യാണം പോലെ നമ്മുടെ ഇഷ്ടപ്പെട്ട സൗന്ദര്യം, നമ്മൾ ഇഷ്ടപ്പെട്ട സ്ത്രീധനം, നമ്മൾ ഇഷ്ടപ്പെട്ട കുടുംബം, നമ്മൾ ഇഷ്ടപ്പെട്ട സഭ, നമ്മൾ ഇഷ്ടപ്പെട്ട ദൂരം. എങ്ങനെയായിരുന്നു നമ്മെ കല്യാണം? എന്റെ ഭാഷ ഒന്നും പറയണ്ട, എല്ലാം പെട്ടെന്നായിരുന്നു. ദൈവം ചെയ്ത ദൈവം. നിങ്ങൾ ആരെയും തെരഞ്ഞെടുത്തോളാം, പക്ഷെ ഒറ്റ നിയമമേ ഉള്ളൂ. മലാക്കി പഠിക്കണം. അതിനകത്ത് പറയാം, നിനക്കും നിന്റെ ഭാര്യയ്ക്ക് മധ്യം ഞാൻ സാക്ഷി. നിങ്ങൾ മാറാൻ വെച്ചത് കെട്ടിക്കോ, ഉടമ്പടി ചെയ്താൽ പിന്നെ മാറി. അത്രേ ഉള്ളൂ. സ്വതന്ത്രം വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ദൈവം തന്നെ വഴി തുറക്കുന്നതാണ്. അവർക്കറിയത്തില്ല എങ്ങോട്ട് പോകുന്ന അറിയത്തില്ല. നിങ്ങനെയോ 30 വർഷം വാടക വീട്ടിൽ താമസിച്ച 30 വർഷം വാടക വീട്ടിൽ താമസിച്ച സമയം തെറ്റി ഓണർ കയറി വന്നാൽ പേടിയ മാറാൻ പറയാൻ വരുവാന്ന്. 4 മുറിയിൽ ഒരു വീട് ദൈവം തന്നു. താഴെയും 2 മുറി, മോളിൽ 2 മുറി. ആരും തന്നല്ല. ആവശ്യത്തിന് വസ്തു എനിക്ക് ഞാൻ അതൊക്കെ പറയുമ്പോൾ സാക്ഷ്യമുണ്ടാ. എന്താണെന്നറിയാമോ? പ്രാർത്ഥനയുടെ കാര്യം വരുമ്പോഴാണ് ഇതൊക്കെ പറയുന്നത്. സാക്ഷ്യം എന്തോ സാക്ഷ്യം അറിയാമോ? എന്നെ വിളിച്ചു പറഞ്ഞു, പരിചയമുള്ളതാ. അദ്ദേഹത്തിനോടൊക്കെ ശുശ്രൂഷ ചെയ്യുന്നതാണ്. അതുപോലെ സോമാസ്റ്റർ പെട്ടെന്ന് 3 സെന്റ് സ്ഥലം കണ്ടുപിടിക്കാൻ എനിക്കിതൊക്കെ എഴുതി റെഡിയാക്കി തന്നിട്ടു. ആധാരം എഴുതിയിട്ട് വേണം എനിക്ക് പോകാൻ. അങ്ങനെ 5 സെന്റ് സ്ഥലം എനിക്ക് എഴുതാം. 6 വർഷം എടുക്കണം. അവർ തന്നെ ഇങ്ങോട്ട് വന്ന് പറയാ, ഭാഷ ഞങ്ങൾക്ക് ഒരു വിഷമമുണ്ടായി, ചില സ്ഥലം മേടിച്ചത് ഭാഷയ്ക്ക് അവരുടെ വീട് വെക്കാം വെച്ചിട്ടല്ലോ, ഞങ്ങൾക്ക് സങ്കടമാണ്. ഞാൻ അന്നേരം പറഞ്ഞേക്കണം, ഏറ്റാ തുടങ്ങാൻ പറഞ്ഞു സഹായിക്കാന്ന് പറഞ്ഞു. തുടങ്ങാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞു. അന്നേരം അവരുടെ ആവശ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, തുടങ്ങാൻ തരാം. അങ്ങനെ 2 ലക്ഷം രൂപ എന്താണ് കിട്ടിയിട്ടു. അതും കിടന്ന് 4 മാസം സഹായിക്കാന്നൊക്കെ പറഞ്ഞവരൊക്കെ സഹായിച്ചോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് കുറച്ച് ഉരുപ്പടി ഇറക്കി വെച്ചിട്ട് കുറച്ച് കട്ട ഇറക്കി. പിന്നെ എന്താ തടസ്സം? ബാക്കിയൊക്കെ ആകാനുണ്ട്. എന്നാൽ കെട്ടിത്തുടങ്ങണം. അവരാകെ 10 ലക്ഷം രൂപയെ തന്നുള്ളൂ. ഞാൻ 20 ലക്ഷത്തിൽ മേൽ ഒരു വീടുണ്ടാക്കാൻ വെച്ചു. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിന് ലിമിറ്റ് വെക്കരുത്.
ചിലർ ചോദിക്കും നൂലെ കെട്ടി ചിലപ്പോ ദൈവത്തിന് പറ്റത്തില്ലയോ? പറ്റും. നമ്മുടെ പ്രാർത്ഥന ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നായിരിക്കണം. ഞാൻ എന്റെ കാര്യം ദൈവസന്നിധിയിൽ വയ്ക്കും, കരയും. ദൈവസന്നിധിയിൽ കരയും. ഞാനെപ്പോഴും കരച്ചില്ല. ദൈവസന്നിധിയിൽ കരയില്ല. എന്താ കാര്യം? ദൈവത്തോടുള്ളത് ആരോടും പറയാൻ താല്പര്യമില്ല. ആരോടും കാര്യം പറയാൻ. എന്റെ സഭയിൽ കൊടുമണ്ണുകാരൻ ഞാൻ 6-7 വർഷമായി. കൊടുമണ്ണുകാരൻ ഒരിക്കലും ഒരു സാക്ഷ്യം പറയേണ്ടി വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ഭാഷ ഞങ്ങളുടെ കാര്യവും പറഞ്ഞിട്ടില്ല. സ്വതന്ത്രം ദൈവം നടത്താൻ വിശ്വസ്തൻ. ഒരിക്കൽ ഞാൻ എന്നോട് ബൈബിൾ ചർച്ചിൽ 15 വർഷം ശുശ്രൂഷിച്ചിട്ട് മാറി. എന്റെ വൈഫിന് ഇഷ്ടപ്പെട്ടില്ല. ചേട്ടത്തിമാരെല്ലാം വിളിച്ച് അവരെ കംപ്ലൈന്റ് ചെയ്തു. എങ്ങനെ കഴിയും? സ്വത്രാശി കിട്ടത്തില്ല, പിടിയേരി കിട്ടത്തില്ല. അവരെന്തോ പണിയാ കാണിച്ച് ചേട്ടത്തിമാരെ പറഞ്ഞു. ഇത് കേട്ടിട്ട് വൈഫ് എന്നോട് പ്രയാസം പറയും. അതൊരു കാര്യമാണ്. നിങ്ങൾ പിടിയേരി സ്വത്രാശി ഇനി എങ്ങനെ കഴിയും? യുവകളെന്ന് പറഞ്ഞിട്ടോ എനിക്ക് ആ ഒരാഴ്ചത്തെ ശുശ്രൂഷയ്ക്ക് പൈസ എല്ലാം കൂട്ടി വെച്ചു. 1000 രൂപ അങ്ങനേ ഉള്ളൂ. ഒരു ചാക്ക് അരിക്ക് 50 കിലോയുടെ. ഞാനൊരു ദിവസം അവിടെ അറിയാത്തൊരു 50 കിലോ അരി ഹോൾസെയിൽ കടയിൽ ചെന്ന് മേടിച്ചു ഓട്ടോയ്ക്ക് കൊണ്ട് വീട്ടിൽ ചെന്നു. പിന്നെ അവിടെ ചാലുകൾ എന്നോട് പറഞ്ഞിട്ടില്ല എങ്ങനെയാ അരി. ദൈവം നടത്തുവാൻ വിശ്വസ്തനാ. ഒരിക്കൽ ചെറിയ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റേ ഞങ്ങൾക്ക് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണമെന്ന് താല്പര്യമുണ്ട്, നടക്കുന്നില്ല. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് പറഞ്ഞേ. ഞാൻ പറഞ്ഞു, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങരുത്. ഇത് 12 വർഷം സാമ്പത്തിക ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ അതെ അങ്ങനെ ഇറങ്ങരുത്. ഞാൻ പറഞ്ഞു, ഞാൻ 1 ലക്ഷം രൂപ കെട്ടിവെച്ചേച്ചാണ് എന്നൊരു മനസ്സിലായ സ്വതന്ത്രം. ഇറങ്ങിയവരെ ഒക്കെ ദൈവം അനുഗ്രഹിച്ചു, വിശ്വസിച്ചവരെ ഒക്കെ ദൈവം അനുഗ്രഹിച്ചു. ഇതൊരു ചെറിയ കാറ്. അത് ഭൗതിക കാര്യമല്ല. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഭൗതികമല്ല, ആത്മീയത്തിൽ. ആത്മീയ നമ്മുടെ ഏറ്റവും പ്രധാനം. ഭൗതിക ഇത് കിട്ടുന്നതല്ല. ചിലരിങ്ങനെ നമ്മുടെ ബന്ധക്കോസിലൊക്കെ പ്രത്യേകിച്ച് നമുക്ക് പോരാട്ടമുള്ളത്. അതെല്ലാം നമ്മുടെ പോരാട്ടം നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് കൃപയിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് പോരാട്ടം, അല്ലാതെ വേറൊന്നുമല്ല. അവിടെ തരാന്ന് പറഞ്ഞ പിന്നെ ശത്രു പോരാടി, അതൊന്നുമല്ല. വിശ്വാസത്തിൽ നിന്ന് കളയുന്നതായി പോരാട്ടം. നമ്മളെ പാപം ചെയ്യിക്കുന്നതാണ് ഈ പോരാട്ടം. നമ്മളെ കൃപയിൽ നിന്ന് അകറ്റുന്നതാണ് ഈ പോരാട്ടം. നമ്മുടെ നമ്മുടെ ആത്മീയ നിലവാരത്തിൽ താഴ്ത്തിക്കളയുന്നതാണ് ഈ പോരാട്ടം. നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നും അല്ലേ ഈ പോരാട്ടം. സ്വത്രം. നമുക്ക് ഈ ദൂത് പറഞ്ഞാൽ പോലും ചില തെറ്റിദ്ധാരണകളുണ്ട്. പണ്ട് 8ാം ക്ലാസ്സിൽ പഠിക്കാൻ നേരത്തെ എന്നോട് ഒരാൾ ദൂത് പറഞ്ഞു. ഞാൻ നിന്നെ അതോ പ്രസംഗ വിഷയം തന്നെ യാക്കോബിന്റെ വിഷയമാണ്. യാക്കോബിനെ കുറിച്ച് ഇങ്ങനെ പ്രസംഗിച്ച് വന്നപ്പോൾ ആ പ്രവാചകനെ പുള്ളി ഓടി വന്ന് മുമ്പിൽ ഇതുപോലെ ഇരുന്ന എന്നെ കൊച്ചിലെ 8 വയസ്സ് 8ാം ക്ലാസ് പഠിക്കുക, എന്നെ പിടിച്ച് കുലുക്കിയേച്ച് പറയുക, എന്നെ വിടുക ഉഷസിക്കുന്നുവല്ലോ. അങ്ങനെ ഓടിച്ചത് അപ്പൊ എന്നെയാണ് വിളിച്ചത്. അപ്പൊ എന്നെ പിടിച്ചു കഴിയുമ്പോൾ ദൈവാത്മാവാണ് കിട്ടും. പിന്നെ കൈവിട്ട തലയിലോട്ട് കൈവച്ചു പറഞ്ഞു, ഞാൻ നിന്നെ എന്റെ വേലയ്ക്കായി കണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ പ്രാന്തപ്രദേശങ്ങൾ ഞാൻ ഇങ്ങനെ അയക്കും. ആ ദൂത് കേട്ട് അതുപോലെ എല്ലാവരും എന്നെ വിദേശിയാകാൻ പോകുന്ന എന്നൊക്കെ പറഞ്ഞ് വിദേശത്തൊക്കെ വിളിച്ച് വീട്ടുകാർ വലിയ സപ്പോർട്ടായിരുന്നു. അങ്ങനെ 9 ചെന്നു, ജയിച്ചു. 10 ചെന്നു, അങ്ങ് തോറ്റു. 10 ചെന്നിട്ട് തോറ്റിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ദൈവവിളിയുള്ളതുകൊണ്ടാ തോറ്റം. ആരെങ്കിലും പഠിച്ച് വേറെ വഴിയൊന്നും പോകില്ല. ഇപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായി, നല്ല ഓർക്കണം. ദൈവവിളിയുള്ളതല്ല തോറ്റത്, പഠിക്കാൻ മോശമായിട്ടാണ് തോറ്റത്. ചില ദൂത് കേൾക്കുമ്പോൾ തെറ്റിദ്ധാരണ ഏർക്കൊണ്ടാവും. സ്വത്രം ദൈവത്തോട് പറഞ്ഞു, എനിക്ക് ഞാൻ നല്ല പിള്ളേർ ഉണ്ടായപ്പോൾ 3 ദിവസം കഴിഞ്ഞ ഉടനെ ഞാൻ തിരുവല്ല ഗവൺമെന്റ് ആശുപത്രി എല്ലാം നേരത്തെ ഹെഡ് എന്നെ വിളിച്ചേച്ച് പറയുക. എന്താ പറഞ്ഞറിയാമോ? മൂത്ത മോന്റെ ശാസനാർത്ഥത്തിൽ അഴുക്ക് പോയി. വലിയൊരു സീരിയസ് അല്ല, അത് കേട്ടിട്ടുണ്ട്. വേറെ ജനറലിന്ന് ഇവിടെ പറ്റത്തില്ല. ഒന്നീ പുഷ്പലി കൊണ്ടുപോകണം, അല്ലെങ്കിൽ ബിലിവേഴ്സി കൊണ്ടുപോകണം. പൈസ ഇല്ലാത്തൊരു കാലഘട്ടം. സ്വന്തം അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനങ്ങ് വിഷമിച്ചു, സങ്കടപ്പെട്ടു. ഒരാളുടെ കൂടെ വൈഫുണ്ട്, ഒരാളെ ചേർത്തി സാഹിബിന്റെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകും. ഞാൻ തിരുവല്ല പട്ടണം വിടുന്നതിന് മുമ്പ് എന്റെ വണ്ടിയെ സ്കൂട്ടറെ കയറി പട്ടണം വിടുന്നതിന് മുമ്പ് ഞാൻ എന്റെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ
ഈ കുഞ്ഞുങ്ങൾ ഉണ്ടായെന്നറിഞ്ഞപ്പോൾ അന്ന് ഫോണൊന്നുമില്ല, ബൂത്ത് തുറക്കാനിരുന്നു. അവരോട്ട് കയറി വിളിച്ച് എല്ലാവരോടും പറഞ്ഞു, എനിക്ക് ദൈവം 2 ആൺകുഞ്ഞുങ്ങളെ തന്നു. എല്ലാവരോടും പറഞ്ഞു, പ്രധാനപ്പെട്ടവരോടൊക്കെ പറയുന്നവരോടൊക്കെ പറഞ്ഞു, എല്ലായിടത്തും വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ എല്ലാവരോടും പറഞ്ഞു, എന്തുവാ 2 ആൺപിള്ളേരെ ദൈവം തന്നു. ഇനി എനിക്ക് ശ്വാസമുണ്ടെന്ന് പറയുന്നത് എനിക്കൊക്കത്തില്ല, ഞാൻ 2 വിളിച്ചു പറയാം, അതൊക്കത്തില്ല. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ഉപസിച്ചില്ല, പ്രാർത്ഥിച്ചില്ല. വേദോസത്തിലെ വാക്യങ്ങളൊക്കെ പഠിച്ചോണം. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചത് എങ്ങനെയെന്നാ, അവൻ യഹോവയോട് അപേക്ഷിച്ചത് എങ്ങനെയെന്നാ. ഇവിടെ ഉണ്ടല്ലോ വേദപുസ്തകത്തിൽ ചില വാക്കുകൾ അവൻ യഹോവയോട് പറഞ്ഞത് എന്തെന്നാ. അതിന്റെ അർത്ഥം പറയണമെങ്കിൽ ബന്ധം കറക്റ്റ് ആയിരിക്കണം. ഒറ്റപ്പാടല്ല പ്രാർത്ഥനയുടെ അവിശ്വാസം മറുപടി കിട്ടുന്നതിന്റെ ലക്ഷണം. ഹൃദയത്തിന്റെ ആഴത്തിൽ പ്രാർത്ഥിക്കണം. മൂന്നാമത് 1-2 യാത്ര, 2 പ്രാർത്ഥന, 2 മനോഭാവം. 2 മനോഭാവം. കുടിയപ്പുത്തന്നെ ആദ്യത്തെ മനോഭാവം, ഞാൻ അപ്പന്റെ മകനാണ്, അപ്പനുള്ളതിന് അവകാശിയാണ് ഞാൻ, എനിക്കത് തന്നേ പറ്റൂ. രണ്ടാമത്തെ പ്രാർത്ഥന, അപ്പാ ഞാൻ നിന്നോട് സ്തോത്രം. ഈ മനോഭാവം നന്നായിരിക്കണം. വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഈ മനോഭാവം. ക്രിസ്തീയ മനോഭാവം ഇല്ലെങ്കിൽ ജയിക്കത്തില്ല. സ്തോത്രം. എസ്തേറിന്റെ പുസ്തകത്തിൽ വായിക്കൊന്നും വേണ്ട, 6-ാമത്തെ വാക്യത്തിലുണ്ട്, രാജാവിന് ഉറക്കം വന്നില്ല. രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷൻ എന്തെല്ലാം ചെയ്തു കൊടുക്കണമെന്ന് രാജാവ് പുസ്തകം തുറന്ന് നോക്കി വായിച്ചു. നേരം വെളുത്തു. അതാരാ? മോർദെഖായിയെ ഇത് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെട്ടിരിക്കുമ്പോൾ ഹാമാൻ വന്നു. മോർദെഖായിയെ കൂട്ടി കൊല്ലാൻ വന്നിരിക്കുക. ആരോടെയും ചോദിച്ചു. മോർദെഖായി ഇങ്ങോട്ട് കയറി വന്നു. രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷൻ എന്തെല്ലാം ചെയ്തു കൊടുക്കണം എന്ന് ചോദ്യം. അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, എന്നെ അല്ലാതെ രാജാവ് മറ്റാരെ ഇത്ര മാത്രം ബഹുമാനിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, രാജാവിന്റെ കിരീടം ധരിച്ച്, രാജാവിന്റെ വസ്ത്രം ധരിച്ച്, രാജാവിന്റെ കുതിരപ്പുറത്ത് കയറ്റി ഇങ്ങനെ ദേശം മുഴുവൻ പറഞ്ഞു നടക്കണം. രാജാവ് പറഞ്ഞു, ഒട്ടും കുറയണ്ട, നീ തന്നെ ചെയ്തു. മോർദെഖായിയെ, ശത്രുവായ മോർദെഖായിയെ. വല്ല മനസ്സിലായോ? അവിടെ ഒരു ഭാഗം, ഞാനാണ് സകലത്തിന് യോഗ്യൻ എന്നുള്ള ചിന്ത മാറ്റാമോ ദൈവം അനുഗ്രഹിക്കും. വാഹനം കിട്ടി, അവനെന്നെ അത് കിട്ടാൻ കാര്യം. ഒരുത്തരൊരു വീട് കിട്ടി, അവനെന്നെ അത് കിട്ടാൻ കാര്യം. ഒരുത്തൻ നന്നായി പ്രസംഗിച്ചു, അവനെന്നെ അത് കാര്യം. അവനത്തെ പ്രവചിച്ചു. ഇതൊക്കെ കേട്ടും കണ്ടും നമ്മൾ മടുത്തു പറയുക, അവനല്ല യോഗ്യൻ, ഞാനാണ്. ഈ മനോഭാവം മാറണം. സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കാൻ കഴിയണം. വേറൊരു മനോഭാവം കേൾക്കണം. ദാവീദിന്റെ മനോഭാവം. ദാവീദ് ഒരിക്കലും ഒരു പാവം ചെയ്തു. ദാവീദിനെ ഓർപ്പിക്കാനായിട്ട് പാവം ഉണർത്തി വെച്ച പരിഹാരം വരുത്താനായിട്ട് 4-ാം പ്രവാചകനെ ദൈവം അയച്ചു. ഞാൻ അവിടെ പറയുമ്പോൾ ദൈവക്കളും കൂടുതലുണ്ട് എന്ന് ഞാൻ വരുന്നില്ലല്ലോ. സ്തോത്രം. ദാവീദ് പാവം ചെയ്താൽ ദാവീദിന്റെ അടുക്കൽ പ്രവാചകനെ അയക്കും. ശലോമോൻ സ്തോത്രം പാവം ചെയ്താൽ അയച്ചിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. ശലോമോൻ ആരാ? ജ്ഞാനിയാ. സ്തോത്രം. ജ്ഞാനികളെ തന്റെ കൗശലത്തിൽ പിടിക്കും. നിന്റെ അറിവ് കൊണ്ട് നീ നേടിക്കേ, നിന്റെ അറിവ് കൊണ്ട്, നിന്റെ പഠിത്തം കൊണ്ട് നീ ഒന്ന് പ്രാപിച്ചേ, നീ ഒന്ന് നേടിക്കേ. നടക്കത്തില്ല. സ്വന്തം ദാവീദിന്റെ അടുക്കൽ 4-ാം പ്രവാചകനെ അയച്ചു. രാജാവ് ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. ഒരു ദേശത്ത് 2 വിളിക്ക് വലിയ സന്തോഷമായി. എന്റെ ദേശത്ത് ഒരു സംഭവം നടന്നെന്ന് പറയാൻ വന്നതാണ്. 4-ാം പ്രവാചകൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ കഥ പറഞ്ഞു. ധനവാൻ ദരിദ്രൻ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഈ ധനവാൻ അതിക്രമം കാണിച്ചതായിട്ട്, അനീതി കാണിച്ചതായിട്ട് ദാവീദിന് തോന്നി. ഇടയ്ക്ക് വെച്ച് പറയുക, ആ മനുഷ്യൻ മാരണയോഗ്യൻ. ഉടനെ അടുത്തത് 4-ാം പ്രവാചകൻ പറഞ്ഞെന്തോ, ആ മനുഷ്യൻ നീ തന്നെ, ആ മനുഷ്യൻ നീ തന്നെ. ഈ ആ മനുഷ്യൻ മരണയോഗ്യനെന്ന് ദാവീദ് പറയാൻ കാര്യമല്ല, ഇത് വേറെ ആരാണ്ടുള്ള കാര്യമാണ്. അയ്യോ, നമ്മൾ മറ്റുള്ളവർക്ക് കുറ്റം ചാർത്തി കൊടുത്ത് അവരെ എന്തെല്ലാം നമുക്ക് നമ്മൾ മറ്റുള്ളവരെ ന്യായം വിളിക്കുന്നവരൊട്ടും പോയില്ല. സ്വാഭാവിക തെറ്റ് പറ്റിപ്പോയി മനുഷ്യനില്ലേ, അത് സംഭവിക്കും. എന്നാലും അങ്ങനെ ചെയ്യാമോ? നമ്മുടെ മാറുക. ഇത് വേറെ ആരാധിക്കണ്ട, വേറെ ആരുമാണ് എന്ന് കണ്ട് ദാവീദ് പറയുക, ആ മനുഷ്യൻ
മാരണയോഗ്യൻ. മനോഭാവം ഏറ്റവും പ്രധാനമാണ്. മറ്റു കേൾക്കണോ? ശലോമോൻ രാജാവിന്റെ കാലത്ത് 2 സഹോദരിമാർ വന്നേച്ച് കംപ്ലൈന്റ്. ഒരു കുഞ്ഞുമുണ്ട്, 2 പേര് അവകാശികൾ. കഥയൊക്കെ കേട്ട ഒരു ചരിത്രമാണ്, ഞാനതൊന്നും പറയുന്നില്ല. ഈ ശലോമോൻ രാജാവ് ജ്ഞാനിയല്ലേ, അദ്ദേഹം പറഞ്ഞു വാള് കൊണ്ടുവരാൻ. ഒരു കുഞ്ഞിനെ 2 ജീവനുള്ള കുഞ്ഞിനെ 2 കുഞ്ഞിനെ അവർക്കും ഇങ്ങനെ മറ്റോൾക്കും. ഉടനെ ജീവനുള്ള കുഞ്ഞിന്റെ അമ്മ പറഞ്ഞു അവളെ കുഞ്ഞിനെ കൊല്ലരുത്. എന്താ കുഞ്ഞാ കൊല്ലരുത്, അവിടെ അവിടെ കൊടുത്തേ, ജീവനോട് ഇരുന്നോട്ടെ, അവ കൊടുത്തേ. മറ്റോട് പറഞ്ഞു കേൾക്കണം, എനിക്കും വേണ്ട, എനിക്കും വേണ്ട, നിനക്കും വേണ്ട, ഇത് വായിച്ചിട്ടിരിക്കും, എനിക്കും വേണ്ട, നിനക്കും വേണ്ട. അതിനാ വേദോസം പറയുന്നത് വേശ്യാമനോഭാവം. എന്നെ കൊണ്ട് ഒക്കാത്ത വേറൊരാൾ ചെയ്തിട്ടില്ലായിരിക്കും. എനിക്കത് ഏറ്റവും ഉദാഹരണം പറഞ്ഞത് മാർത്തയുടെ മറിയുടെ കാര്യമാണ്. മാർത്ത കുറച്ച് നേരം യേശുമായിട്ട് സംസാരിച്ചോണ്ട് ചൊക്കത്തിൽ നിൽക്കൊണ്ട് മോളി വന്നേച്ച് പറഞ്ഞു, ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നത്. എന്നെ കൊണ്ട് ഒക്കാത്തത് മാർത്തയെ കൊണ്ട് ഒക്കാത്തത് മറിയച്ചേടത്തി ചെയ്തെന്ന് വിചാരിക്കണം. തിരിച്ചേട്ടൻ അങ്ങനെയല്ല, ഞാൻ ചെയ്തില്ല, ഇവിടെ ഒപ്പിക്കുന്നു വേണ്ട. ഈ മനോഭാവമൊക്കെ മാറണം. സ്വന്തം മനോഭാവം. ഞാൻ അവകാശിയാ, ഞാനപ്പന്റെ പുത്രനാ, ഞാനപ്പന്റെ മകനാ. ഞാൻ ഇവിടെ എന്തൊരു കഥ പറയട്ടെ. ഇതുവരെ ഞാനൊന്നും പറഞ്ഞില്ല കഥയൊന്നും. ഞാനൊരു കഥക്കാരനാണ്, പക്ഷെ ഞാൻ കഥയൊന്നും ഇന്ന് പറഞ്ഞില്ല. സ്വന്തം ഈ അപ്പനുണ്ടല്ലോ, നല്ലൊരു അപ്പനാണ്. വീതം ചോദിച്ചോണ്ട് എന്ത് ചെയ്തു? അത് ഇങ്ങനെ അപ്പന്മാരിപ്പം ഇല്ല. കാരണം എന്നാ ചോദിച്ചാൽ നമുക്കിപ്പോ ഒരു വീടും വെക്കാനൊക്കത്തിന് വിൽക്കാനൊക്കത്തിന് വല്യപ്പന്റെ പേര് കിടക്കുക. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അപ്പൻ നല്ലൊരു അപ്പനാണ്. അപ്പൊ പണ്ടൊരു അപ്പന്റെ കാര്യം പറയാം. മക്കളുമായി കൊച്ചുമക്കളുമായി കൊച്ചുമക്കളുടെ മക്കളായി എന്ന് വെച്ചാൽ 4ാം തലമുറയായി. 4ാം തലമുറയായപ്പോൾ കൊച്ചുമക്കളുടെ മക്കൾ വല്യപ്പന്റെ അടുത്ത് വന്ന് വെച്ചേ പറഞ്ഞ, അപ്പച്ച ഞങ്ങളുടെ അപ്പന്മാരോ ഞങ്ങളുടെ വല്യപ്പന്മാരോ ഒന്നും അപ്പത്തിനോട് ചോദിച്ചിട്ടില്ല, പക്ഷെ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ എന്താ കുഞ്ഞുങ്ങളെ പറ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ഇനി വസ്തു പിരിച്ചു തരണം. സത്യം പറഞ്ഞാൽ വല്യപ്പൻ അങ്ങ് ഇഷ്ടമായിപ്പോയി, സന്തോഷമായിപ്പോയി. ആ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, മക്കളെ വാസ്തവത്തിൽ നിങ്ങൾ എൻ്റെ കൊച്ചുമക്കളല്ല, നിങ്ങൾ എൻ്റെ മക്കൾ. എൻ്റെ മക്കളോ കൊച്ചുമക്കളോ ഒന്നും എൻ്റെ നേരെ വന്ന് നിൽക്കുകയോ ഇങ്ങനെ സംസാരിക്കുമെന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ പറഞ്ഞല്ലോ വീതം വേണം, ഞാനത് ചെയ്തുതരാം. പക്ഷെ ഒറ്റ കണ്ടീഷൻ, നിങ്ങളുടെ കാലശേഷം അത് എനിക്ക് ഇരിക്കണം. ഇതുവരെ മനസ്സിലായി? സ്വോത്രം സ്വോത്രം. അപ്പൻ നല്ലൊരു അപ്പനാണ്. നമ്മുടെ മനോഭാവം തെറ്റിയാലും നമ്മുടെ ഏതവസ്ഥയിലും നമ്മളോട് കനിവ് കാണിക്കുന്ന, സ്നേഹം കാണിക്കുന്ന ഒരപ്പൻ. നമ്മളൊക്കെ ചെയ്ത പാപത്തിന് പരിഹാരം വരുമോ എന്ന് ചിന്തിച്ച സ്ഥാനത്ത് ആ സ്നേഹനിധിയായ ആ സ്വർഗത്തിലെ അപ്പൻ നമ്മോട് കരുണ കാണിച്ചു. മൂന്നാമത്തേതാ ഞാൻ പറഞ്ഞത്, മനോഭാവം. 2 മനോഭാവം. ദൈവസഭയിൽ ഇരിക്കുമ്പോ നീതിമാനാണെന്നുള്ള മറ്റും ഇരിക്കരുത്, യോഗ്യമല്ല. ഭക്തന്മാരൊക്കെ പ്രസ്തരായവരൊക്കെ ദൈവസഭയിൽ താഴ്ത്തിയവരെ ദൈവം ദാവീദ് പറഞ്ഞു, ഇത്രത്തോളം എന്നെ കൊണ്ടുവരാൻ ഞാൻ എന്തുള്ളൂ. 2 മനോഭാവം. 4ാമത്തേത് 2 ആശ്രയം. ദേശത്തിലെ പൗരന്മാരിൽ ഒരുവരെ ചെന്ന് ആശ്രയിച്ചു. സ്വന്തം. അടുത്തത് അപ്പന്റെ അടുക്കൽ ചെന്ന് അപ്പനെ ആശ്രയിച്ചു. ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്ന ദൈവം ഒറ്റ കുഞ്ഞുങ്ങളോടും ഒരു കാര്യം ആവശ്യപ്പെടരുത്. നമ്മുടെ ദൈവം ആരാ? ഇന്ന് ചിലരൊക്കെ പറയുന്നതിന് വിരുദ്ധമാണ്. പറയുന്നതും ചെയ്യുന്നതിന് 2 രണ്ടാണ്, വിരുദ്ധമാണ്. ഞാനതിന് ഒരു ഉദാഹരണം കൂടെ പറയാം, ഇങ്ങോട്ട് കാണുകയും കൂടെ ചെയ്തോണം. പണ്ടൊരാൾ പ്രസംഗിച്ചതാണ്, പഞ്ചപാണ്ഡവന്മാര് കട്ടിൽക്കാർ പോലെ 3. ഇവിടെ ശ്രദ്ധിച്ചോളൂ, പഞ്ചപാണ്ഡവന്മാര് കട്ടിൽക്കാർ പോലെ 3. പറഞ്ഞത് പഞ്ചെന്ന് പറഞ്ഞ 5, കട്ടിൽക്കാര് 4, പറഞ്ഞത് 3, കാണിച്ചത് 2. സ്വന്തം. എന്താ മനസ്സിലായി? ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ദൈവം ജീവനുള്ള ദൈവം എന്ന് വിശ്വസിക്കുന്നെങ്കിൽ, അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിവുള്ള ദൈവമെന്ന് നാം വിശ്വസിക്കുന്നെങ്കിൽ, നമ്മുടെ ദൈവത്തിലല്ലാതെ മറ്റാരിലും ആശ്രയിക്കരുത്. പ്രമുഖന്മാരെ ആശ്രയിക്കരുത്, മനുഷ്യനെ ആശ്രയിക്കരുത്.
അബ്രഹാം ഒരിക്കൽ പറഞ്ഞു, ഞാൻ നിന്നെ സമ്പന്നനാക്കിയെന്ന് നീ പിന്നത്തേക്ക് പറയാതിരിക്കാൻ നിന്റെ ചെരുപ്പുകാർ പോലും എനിക്ക് വേണമെന്ന് പറഞ്ഞു. എന്നെ കാര്യം പിന്നെ നീ വിളിച്ചു പറയും. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അങ്ങനെ ഉണ്ട്, പ്രത്യേകിച്ച് ചില സൗകര്യമാർക്ക്. എന്റെ വെച്ചാൽ ഞാൻ കൊടുത്തോണ്ട് പറയല്ല, എന്റെ മാസ്റ്ററെ ഞാൻ കൊടുത്തോണ്ട് പിന്നെ എന്തിനാ പറയുന്നത്? ആ ചെറുക്ക് അങ്ങനെ കൊടുത്താ പറയണം, അല്ലെങ്കിൽ അവർക്ക് ഉറക്കം വരികയില്ല. കൊടുത്തോണ്ട് പറയുന്നു, പിന്നെ എന്തിനാ പറയുന്നു? അബ്രഹാം പറഞ്ഞു, നീ വിളിച്ചു പറയും. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയതാ. അതുകൊണ്ടാണല്ലോ ദൈവം എബ്രാഹിത്തിൽ അങ്ങോട്ട് ഇവരെ കുറിച്ച് പറഞ്ഞത്, അവരുടെ ദൈവം ഒന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ലജ്ജിക്കുന്നില്ല. നമ്മുടെ ദൈവത്തിന് മാനക്കേട് വരുത്തരുത്, നമ്മെ കുറിച്ച് ദൈവം ലജ്ജിക്കരുത്. നമ്മുടെ ആശ്രയം ദൈവത്തിലായിരിക്കണം, അപ്പനെ ആശ്രയിക്കണം, അപ്പനിലായിരിക്കണം ആശ്രയം. ദേശത്തിലെ പൗരന്മാർ ഒരുത്തിനെ ചെന്ന് ആശ്രയിച്ചു. അവനെന്താ കൊടുത്തേ? ജോലി എന്താ കൊടുത്തത്? പതികള് ഇല്ല. സ്വന്തം ഞാൻ പറഞ്ഞ എന്റെ വൈഫ് കല്യാണം കഴിഞ്ഞ ഇടയ്ക്കാം അവരുടെ അച്ഛൻ ജോലി ചെയ്യുന്ന ഒരു വലിയ വീടുണ്ടായിരുന്നു. ബംഗ്ലാവ് തന്നെയാണ്. സാഹിബ് താമസിച്ച നമ്മുടെ പഴയ ആരോ ധാർവാഡിലെ നാഗേഷ് സാഹിബ് താമസിച്ച അതിനാ ബംഗ്ലാവിന്റെ പേര് പറഞ്ഞു. അവര് കല്യാണം കഴിഞ്ഞിടത്ത് എന്നോട് പറഞ്ഞു, അവരോട് പറഞ്ഞു ഉപദേശില്ല കൂട്ടിക്കൊണ്ട് പോകാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളവിടെ ചെന്ന് എനിക്ക് തന്നത് കേൾക്കണം. ഒരു ഷർട്ട് ഉദ്ദേശിച്ച വെള്ള ഷർട്ട് കൊണ്ട് ഞാൻ ചെന്ന് വീട്ടിൽ ചെന്ന് നോക്കിയപ്പോണ്ടല്ലോ ജയന്റെ കാലത്തെ കോളവും. ഞാൻ പിന്നെ എന്റെ വീട് പാലക്കാട്ടാണ്. പിന്നെ പാലക്കാട്ട് അച്ചാര് കൊണ്ട് കൊടുത്ത് തണുപ്പിലിടാൻ. ഈ ചിലര് കൊടുത്താൽ അങ്ങനെ കൊടുക്കത്തില്ല, കൊള്ളാത്ത എന്ത് ചെയ്യുന്നേ കൊടുക്കുന്നത്. പിന്നെ ഇതൊക്കെ മേടിച്ച് വെച്ച് അവര് പറയാ അവദേശം എനിക്കറിയാം, ഞങ്ങൾ കഴിഞ്ഞ ദിവസം 100 ഇതിനാക്കി പോകും. അത്രയുള്ളൂ ഞാൻ പറഞ്ഞതിന്റെ ആശയം. എത്രയോ നമ്മളെന്തിനാ വെറുതെ വഴിയേക്കുന്ന ദൈവം? നമ്മുടെ ദൈവത്തിന് മാനക്കേട് വരുത്തുന്നു. നമ്മുടെ ദൈവം ആരാണ്? വലിയ ദൈവമാണ്. ദൈവത്തിന്റെ സ്നേഹിതന്മാരാരും ദരിദ്രന്മാരിലായിരുന്നു പഠിച്ചോ. ആരും കേട്ടോ നിങ്ങൾക്ക് വരുന്ന നിങ്ങൾ പറഞ്ഞു ദാസം ഉണ്ടായിരുന്നു, അതൊക്കെ ശരിയല്ല. ദരിദ്രനെ ദൈവം കളഞ്ഞിട്ടല്ലോ. ആരൊക്കെയാ നിങ്ങൾ എടുത്തു? അവരെല്ലാം ദൈവത്തിന്റെ സ്നേഹിതന്മാരില്ല. ആരായിരുന്നു? നമ്മൾ പിന്നെ ഇല്ല എന്ന് പറഞ്ഞ് അല്ലേ? നമ്മുടെ ഇടയിൽ 1-2 കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് വെള്ളക്കോശ് ഇല്ലായ്മ നടിക്കും, വയ്യാഴിക നടിക്കും, അറിവില്ലായ്മ നടിക്കും. ചില എഴുന്നേക്കുമ്പോഴേ ഇല്ലെന്നും പറഞ്ഞ, വേറെ ചില എഴുന്നേക്കുമ്പോഴേ വയ്യെന്നും പറഞ്ഞ, ചിലർ പറയാൻ അറിഞ്ഞില്ല. ലോകം വെച്ചിട്ട് അറിവില്ലായ്മ നടിക്കുക, ഇല്ലായ്മ നടിക്കുക, വയ്യാഴിക നടിക്കുക. ചിലരുടെ വയ്യാഴികയൊക്കെ എപ്പോഴാ? ചിലരുടെ വയ്യാഴിക ശനിയാഴ്ച ഉച്ച കഴിയുമ്പോഴാണ്. അതുകൊണ്ട് ശനിയാഴ്ച രാത്രിയാകുമ്പോഴത്തേക്ക് മൂർധന്യാവസ്ഥയിലെത്തും. ഞായറാഴ്ച പോകത്തില്ല. സമയം വന്നേച്ച അമ്മാമ ഒരു മനസ്സിലുണ്ട് സാക്ഷ്യം. അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. സമയമില്ല ഒന്ന് പ്രാർത്ഥിച്ചു ഉപദേശി വിചാരിച്ചെന്നാൽ അച്ഛനെ കൂടെ ചെന്ന് കണ്ടേച്ചു വാങ്ങും. അച്ഛൻ അവിടെ ചെന്നപ്പോ ഇല്ല. അച്ഛൻ പോയി. അച്ഛനെ കുറിച്ച് വാങ്ങും അല്ല, പ്രാർത്ഥിച്ച് ഉപദേശിക്ക് വിശ്വാസം വേണം. എന്തോ പ്രാർത്ഥിച്ചേ? അച്ഛനെ വിടുവിക്കാൻ. അച്ഛൻ ഇവിടുത്തെ പ്രാവശ്യം പോയത്. സ്തോത്രം. യോഗത്തിന് മാത്രമുള്ള ഒരു അസുഖം. സ്തോത്രം. നമ്മൾ അപ്പനെ ആശ്രയിക്കുക, ദൈവത്തിനെ ആശ്രയിക്കുക. ദേശത്തിലെ പൗരന്മാരെ ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. അവരൊക്കെ നമുക്ക് തന്നാൽ അവർ കണക്ക് പറയും, നമ്മളെ നിന്ദിക്കും. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞ ഭാഗം വിടാം. എന്താണെന്നറിയാമോ? ഒരുവൻ ദരിദ്രനായി ജനിച്ചാൽ അത് അവന്റെ കുറ്റമല്ല. ഒരുവൻ ദരിദ്രനായി ജനിച്ചാൽ അവന്റെ കുറ്റമല്ല. എന്നാൽ അവൻ ദരിദ്രനായി മരിച്ചാൽ അത് അവന്റെ കുറ്റമാണ്. ഞങ്ങളുടെ ചെറുപ്രായം പോലെ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പറയാം, ഹൈസ്കൂളിൽ ചെല്ലട്ടോ നിനക്ക് ചെരുപ്പ് മേടിച്ചു തരാം. സാമ്പത്തികം മനസ്സിലായി? ഞങ്ങളുടെ ചെറുപ്രായത്തിലത്തെ സാമ്പത്തികം മനസ്സിലായോ? ഹൈസ്കൂളിൽ ചെല്ലുമ്പം ചെരുപ്പ് മേടിച്ചു തരാം. എന്തായിരുന്നു നിങ്ങളുടെ സാമ്പത്തികം? സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി കഴിച്ചോ? ദൈവം ദൈവത്തെ നോക്കി ഇറങ്ങി. ഞാൻ ചെറുപ്പക്കാർക്ക് ഇവർക്ക് എതിരായിട്ട് പറയാറുണ്ട്. എന്താണെന്നറിയാമോ? എന്റെ അടുത്ത് ഒത്തിരി പേര് വരാറുണ്ട്. ചെറുപ്പക്കാരെ, ജോലിക്ക് പോകുന്ന ചെറുപ്പക്കാർ, വിദേശിമാർ. എന്തിനാ പോകുന്നത്? ഇത് തന്നെ തികത്തില്ല. കഴിഞ്ഞ ഒരാൾ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഫസ്റ്റ് വേറെ എക്സ്ട്രാ വരുമാനം നല്ലതല്ലേ? ഇതിന് സമയമില്ല. ഇതിന് തന്നെ ഇപ്പൊ സമയം ഇല്ല. CSBS എന്ന് പറഞ്ഞ 2 ഇതുണ്ടായല്ലോ, ഇറങ്ങി. അന്ന് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. എന്താണെന്നറിയാം? ആർക്കും വിരോധമല്ല. അഭിപ്രായം ഞാൻ പറഞ്ഞു. എന്താണെന്നറിയാം? അഭിപ്രായം ഇത്രയേ ഉള്ളൂ.
ആരാണ് CSDS കൂടിയത്? ഉപദേശമാരുടെ കാര്യമാണ്. ആ CSDS ഉപദേശമാർ കൂടിയെങ്കിൽ ഒന്നിനും അവർക്ക് ശുശ്രൂഷയില്ല, അല്ലെ അവർ പിന്മാറ്റക്കാരാണ്. അല്ലാത്ത ഇതിന് പോകേണ്ട കാര്യം ഒരു പാർട്ടി നമ്മളെ ഗുണപ്പെടുത്തിയത്. നിങ്ങൾ തിമോഥെയോസ് ലേഖനം വായിച്ചു നോക്കേ, രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പി. എന്താ അതിന്റെ കാര്യം? ഇവർ നമുക്ക് സ്വസ്ഥത തരത്തില്ല. സ്വസ്ഥതയുള്ള ജീവനം കഴിക്കേണ്ടത് അങ്ങനെ വാക്യം. ഇവർ നമുക്ക് സ്വസ്ഥത തരത്തില്ല. ഏത് പാർട്ടിയായിരുന്നാലും. സ്വത്രം ഞാന് പറഞ്ഞു വന്നത് എന്താ? നാലാമത്തേത്. അഞ്ചാമത് രണ്ട് അനുഭവം. ഒന്ന്, മുട്ടു വന്നു തുടങ്ങി. രണ്ട്, ആനന്ദിച്ചു തുടങ്ങി. മുട്ടു വന്നു തുടങ്ങി. എന്നാ മുട്ടു വരാൻ കാര്യം? പാട്ടുപാടിയൊന്നും കാര്യമില്ല. എന്തോ പാട്ട് പാടുന്നത്? വായ്പവാകാൻ ഇടവരികയാണ്. വായ്പവാകാൻ ഇടവരത്തില്ല. കാരണം എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഇടയിടാതെ മേടിച്ചോണ്ടിരിക്കുക. ഒരുത്തിന് മേടിച്ചാണ് അത് വീട്ടാനായിട്ട് വേറെ എടുത്തുനിന്ന് മേടിച്ചോണ്ടിരിക്കുക. അപ്പൊ വായ്പ അങ്ങനെ ഇടവരുന്നേ ഇല്ല. അങ്ങനെ ഇടയില്ല. ഇതൊന്നും പാടിയിട്ട് കാര്യമില്ല. സ്വത്രം നമ്മൾ നമ്മുടെ അനുഭവം ദൈവത്തെ സേവിക്കാനൊക്കെ ദൈവഹിത പ്രകാരമുള്ള കഷ്ടതയുണ്ട്. പത്രോസിന്റെ ലേഖനം പഠിക്കുന്നത് നമുക്കറിയാം. ജഡത്തിൽ കഷ്ടതയുണ്ട്. ഉണ്ടെന്ന് ജഡത്തിൽ കഷ്ടതയുണ്ട്. പണ്ടത്തെ പാട്ടുകളൊക്കെയാ പ്രത്യാശയുള്ള പാട്ടുകൾ. പണ്ടത്തെ പാട്ടുകൾ കഴിഞ്ഞ ഒരു വ്യക്തം പറഞ്ഞതാണ്. ഇന്ന് ആ പഴയ പാട്ടുകൾക്ക് എല്ലാം ജീവനുണ്ട്. കാരണം അവരുടെ അനുഭവത്തിൽ നിന്ന് കഷ്ടതയൊക്കെ ഇല്ല, ജീവനുണ്ട്. പക്ഷെ പാട്ടുകൾ എഴുതിയ പാട്ടുകാരും ജീവിച്ചിരിപ്പില്ല. പാട്ടുകൾക്ക് ജീവനുണ്ട്, എഴുതിയ പാട്ടുകാരും ജീവിച്ചിരിപ്പില്ല. ഇപ്പോഴത്തെ പാട്ടുകൾക്ക് ജീവനില്ല, പുള്ളികളെല്ലാം ഇരിപ്പുണ്ട് ജീവിച്ചു. ഏതാ നല്ലത്? നമ്മുടെ ജീവിത അനുഭവം കഷ്ടത. ഞാൻ എനിക്ക് ആക്സിഡന്റായി വീട്ടിലിരിക്കാൻ നേരത്തെ ഒരു ദേവദാസൻ തന്നെ പറഞ്ഞ് ആശ്വസിച്ച് കേൾക്കണം. പക്ഷേ നമ്മുടെ വേദന ഒന്ന് അറിയണം. വേദന ഒന്ന് അറിയണം. ഒറ്റ ദിവസം ഞാനിപ്പോ ഇങ്ങനെ കട്ടായി ക്രോസായി കാറ്റുപത്തി ബൈക്ക് ആക്സിഡന്റാണ്. ഞാനും വൈഫ് ഒരു ദിവസം ഉറങ്ങിയില്ല. ഒരു നേരം കൊടുക്കണ്ട അതിവേദനയാണ്. ഇതൊക്കെ കഴിഞ്ഞ ദേവദാസം വന്നപ്പോഴാണ് പറഞ്ഞത് വേദന എന്ത് ചെയ്യണം. ജലത്തിൽ നിങ്ങൾക്ക് കഷ്ടപ്പെടും. പത്രോസ് പറയുന്നു ക്രിസ്ത്യാനി ആയതുകൊണ്ട് നമുക്ക് എന്തുണ്ടേ? കഷ്ടമല്ല. പത്രോസ് പറയുക ഈ കഷ്ടം അല്പകാലത്തേക്കാണ്. അല്പകാലത്തേക്ക് എന്നും കഷ്ടതയല്ല. ഞാൻ എൻ്റെ വൈഫ് മരിച്ചു. ഞാൻ സിയോനിലായിരുന്നു. ഇന്നത്തെ സ്ഥിതി അന്നത്തെയാ എന്റെ മനോവേദനയൊന്നും പറഞ്ഞറിയില്ല. ഞാൻ വിചാരിച്ചു ഇവിടെ കൊണ്ടെല്ലാം അവസാനിച്ചു. അതിനുശേഷമാണ് ഞാൻ എൻ്റെ വഴി മുളക്കെട്ടി. അതിനുശേഷമാണ് ഞാൻ വീട് വെച്ചത്. അതിന് വലിയ സന്തോഷമുണ്ട്. 2 വർഷം എൻ്റെ കണ്ണീരിൻ്റെ വർഷമായി. ഞാൻ ഓർപ്പിച്ച് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ ദൈവങ്ങളെ അവിടെ നമ്മള് കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് ആരെങ്കിലും ആരാണെന്ന് അറിയുന്നത്. സ്വന്തം കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് ആരെങ്കിലും ആരാണെന്ന് അറിയുന്നത്. സ്തോത്രം. പലതും എളുപ്പമാണ്. ക്രിസ്ത്യ ജീവിതത്തിൽ ഈ ചിലർ നമ്മളെ വിധിക്കും. ഇന്നാലെ നിൽക്കുകയെന്നൊക്കെ പറഞ്ഞവരൊക്കെ നിൽക്കുമെന്ന് പറഞ്ഞവരൊന്നും നിൽക്കത്തില്ല. ഞാനൊരു കഥയോടൊന്ന് പറയാം, നിങ്ങളൊന്നും ശ്രദ്ധിക്കാൻ വേണ്ടി. ഒരു കഥയൂടെ ഒരിക്കൽ ഒരു പിശുക്കനായ ഒരു ധനികനായ ഒരു മനുഷ്യനായിരുന്നു. മക്കളെ ഇല്ല. ആകെ കൂടെ ഒരു അനന്തരനാണ്. പക്ഷെ എൻ്റെ പൈസ കൊടുക്കത്തില്ല. പക്ഷെ ഒരു അത്ഭുതം സംഭവിച്ചെന്നറിയാം. താൻ മരിക്കുന്നതിന് മുമ്പ് തൻ്റെ സ്വത്തുക്കളെല്ലാം ആർക്ക് എഴുതി വെച്ചു? ഈ അനന്തരൻ എഴുതി വെച്ചു. ഈ സ്വത്തുക്കളെല്ലാം അനന്തരൻ എഴുതി വെച്ചതെന്ന് അങ്ങനെ ഓടിച്ചത് പറയാനൊക്കത്തില്ല. കാരണം അങ്ങനെ ഒരു ഹാർട്ട് അറ്റാക്കിൽ ഓടിയ സ്വത്തെല്ലാം കിട്ടിയെന്ന് പറയുമ്പോൾ സന്തോഷിച്ച് ചത്തുപോയത്. അതിനെ എന്ത് ചെയ്യുന്നറിയാമോ? ആ കാര്യം പള്ളിയിൽ അച്ഛനാണ് ഏറ്റെടുത്തത്. അച്ഛൻ പറഞ്ഞു നിങ്ങൾ പറയണം. ഞാനപ്പോൾ പ്രാർത്ഥിച്ചു അയ്യേ അതിൻ്റെ വെള്ളത്തിലൊക്കെ പറഞ്ഞ് എല്ലാം റെഡിയാക്കിയേക്കാന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ അത് ഏറ്റെടുത്തു. അച്ഛൻ പയ്യെ ചെല്ലി കാര്യമൊക്കെ സൂചിപ്പിച്ചു. സൂര്യനെ പറഞ്ഞു, പ്രാർത്ഥിച്ചു, ബലപ്പെടുത്തി, ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബലപ്പെടുത്തി നിർത്തി. ഏറ്റവും അവസാനം അച്ഛൻ അത് വെളിപ്പെടുത്തി. നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നറിയാം. നിങ്ങൾ കൊടുക്കുകയെന്ന് പറഞ്ഞ് ധനാട്ടിനെ നിങ്ങളെ അമ്മാച്ചനുണ്ടല്ലോ, അമ്മാവൻ നിങ്ങൾക്ക് വേണ്ടിയാ സ്വത്തുക്കളെല്ലാം എഴുതി വെച്ചേക്കുന്നത്.
അവസാനം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അരുതൻ പറഞ്ഞു, അച്ഛാ എനിക്കത് വിശ്വാസമില്ല. അങ്ങനെയാണെങ്കിൽ ആ സ്വത്തിന് നേരെ പകുതി ഞാൻ അച്ഛനെ കൊണ്ടേ തന്നു. ഇത് കേട്ടതല്ല, അച്ഛൻ അറ്റാക്ക് അയച്ചപ്പോൾ ഞാനിപ്പോഴും ഉണ്ട്. അല്ലേ, എനിക്ക് വല്ല മനസ്സിലായോ? നമ്മൾ വിചാരിക്കും ചിലർ നിൽക്കത്തില്ലെന്ന്, കത്തനയിൽ അവര് തകർന്നു പോകുമെന്ന് അവര് നിൽക്കും. നമ്മൾ ചിലരെ വിധിയറി അല്ലെങ്കിൽ പറഞ്ഞു തള്ളിയിട്ടുണ്ട്. അവരൊക്കത്തില്ല, അവർ വരത്തില്ല, അവർ ശരിയാകത്തില്ല, അവരൊക്കെ ശരിയായി. നമ്മളാരെയും വിളിച്ചു തള്ളരുത്. സ്വത്രം നമ്മൾ ദൈവത്തിൽ മാത്രം എന്ത് ചെയ്യണം? ആശ്രയിക്കണം. അവസാനം 1-2 ചിന്തകളിലൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതെന്താണെന്നറിയാമോ? ആമേൻ, സ്തോത്രം. 2 ഇടങ്ങളാണ്. 2 ഇടങ്ങൾ. സകലത്തിന് അവകാശി എന്ന് പറഞ്ഞ മൂത്ത മകൻ ഇപ്പോൾ പുറത്ത്, ഇളയ മകൻ അകത്ത്. അതിന്റെ കാരണം മാനസാന്തരമാണ്. നിങ്ങൾക്കറിയാമോ, ഈ പുസ്തകം പഠിക്കുമ്പോൾ പണ്ട് ഒരിക്കലും നാസറുമാറ്റി പ്രസംഗിച്ചപ്പോഴും കാര്യം പറഞ്ഞു. ഈ മുടിയൻ പുത്രൻ എന്നല്ല ഹൃദയത്തെ കുറിച്ച് പറയുന്നേ. മുടിയൻ ഒരു സഹോദരനുണ്ട്, അറിയാമോ? ബൈബിളിൽ മുടിയൻ ഒരു സഹോദരനുണ്ട്. അത് സദൃശവാക്യം 18:9 വായിച്ചു. സദൃശവാക്യം 18:9 നോക്കി. വേലയിൽ മടിയൻ മുടിയന്റെ സഹോദരൻ. വേലയിൽ മടിയൻ. വീട്ടില് 2 പിള്ളേരുണ്ട്. ഒരുത്തൻ മുടിയൻ, മറ്റവൻ ഇങ്ങനെ പ്രാസം ചേർത്താണ് ഇപ്പൊ പേരിടുന്നത്. അതിനാ നാസറിമാറ്റി പറഞ്ഞത് മക്കൾ 2 പേരുണ്ട്, മടിയനും മുടിയനും. അപ്പന് ഞാനൊരു പേരിടുന്നു, പൊടിയൻ. ഈ കഥയൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ചെറിയ കാര്യമല്ല. ഒരുപാട് നേരം നിന്ന് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളൊക്കെ വിചാരിച്ചു ആരാ ഇവനെ ഒന്ന് പോയി, എന്നേക്കും ഒന്ന് പോയി. സ്വതന്ത്രം. അവന്റെ ജീവിതത്തിൽ 2 അനുഭവങ്ങളുണ്ട്. തെറ്റ് ചെയ്തപ്പോൾ തെറ്റ് ചെയ്തു, അറിയാതെ ചെയ്തു. പൗലോസ് പറഞ്ഞു കേൾക്കണോ? അല്ലെങ്കിൽ പൗലോസ് പറയുകയാണ്, സ്തോത്രം, അപ്പോസ്തലൻ എന്ന പേരിന് ഞാൻ യോഗ്യൻ പോലുമല്ല, കാരണം ഞാൻ ദൈവസഭയെ ഉപദ്രവിച്ചു. എന്നാൽ അറിവില്ലായ്മ കൊണ്ട് ചെയ്തത് കൊണ്ട് ദൈവം എനിക്ക് കരുണ കാണിച്ചു. ഞാൻ നിങ്ങളൊക്കെ ചെയ്ത തെറ്റ്, അവിശ്വാസം, അത് അറിയാതെ ചെയ്തത് കൊണ്ട്. അതുകൊണ്ടാണ് പ്രവൃത്തി 17-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ, എന്നാൽ അറിവില്ലായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. മാനസാന്തരം എന്നുള്ളത് ദൈവകൽപ്പനയാണ്. സ്നാനം എന്നുള്ളത് ദൈവകൽപ്പനയാണ്. വിശുദ്ധ ജീവിതം എന്നുള്ളത് ദൈവകൽപ്പനയാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, അത് കൽപ്പനയാണ്. കൽപ്പന ലംഘിച്ചാൽ ശിക്ഷയുണ്ട്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യരെ രക്ഷിപ്പാനാണ് തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ താഴഭൂമിയിലേക്ക് പിതാവായ ദൈവം അയച്ചത്. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ കീഴിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഈ വേദപുസ്തക പഠനത്തിന്റെ പ്രത്യേകതയുണ്ട്. ഒരു ഏകീകൃത രക്ഷാശാസ്ത്രം ഇതിലുണ്ട്. അറിയാമോ? അത് ഏകീകൃത രക്ഷാശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൽ കൂടെ മാത്രം രക്ഷ, യേശു മാത്രം വഴി. പല വഴികളിൽ ഒരു വഴിയല്ല, പല രക്ഷകന്മാരിൽ ഒരു രക്ഷകനല്ല, ഏക രക്ഷകൻ, ഏക വഴി. സ്തോത്രം. അതുകൊണ്ട് ആ വാക്യം തന്റെ ഏതാതിനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സ്തോത്രം. അപ്പം ഒരു ഏകീകൃത ദൈവശാസ്ത്രം ഇതിനുണ്ട്, ഒരു ക്രമീകൃത ദൈവശാസ്ത്രം ഇതിനുണ്ട്, ഒരു ഏകീകൃത രക്ഷാശാസ്ത്രം ഇതിനുണ്ട്. മൂന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഭാവി പ്രത്യാശ സുവിശേഷത്തിനേ ഉള്ളൂ. ഭാവി വാഗ്ദാനം ചെയ്യുന്നത് സുവിശേഷത്തിന് മാത്രമാണ്. ഞാൻ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, സ്തോത്രം,
രണ്ടിടങ്ങളുണ്ട്. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും. ഈ പ്രസംഗങ്ങളൊക്കെ പ്രസംഗിക്കുന്നത് സ്തോത്രം ആരെങ്കിലും രക്ഷിക്കപ്പെടാനുണ്ടെങ്കിൽ, ആരെങ്കിലും ദൈവകൃപ അനുഭവിക്കാനുണ്ടെങ്കിൽ, ആരെങ്കിലും സ്നാനപ്പെടാനുണ്ടെങ്കിൽ, ഈ ശബ്ദസീമയ്ക്കുള്ളിൽ നമ്മെ ശ്രദ്ധിക്കുന്ന, ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ളൊരു ചാൻസ് കൂടാണിത്. ദൈവങ്ങളെ കർത്താവ് സ്തോത്രം അവൻ ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് സമയത്തെ ദീർഘമാ കർത്താവിന്റെ വരവേറ്റു ആസന്നമായി. സ്തോത്ര ലോക സംഭവങ്ങൾ അത് വിളിച്ചറിയിക്കുന്നു. സ്തോത്രം. ഞാനെപ്പോഴും എന്റെ സമയത്ത് പലപ്പോഴും പറയാറുണ്ട്, പത്രം വായിച്ചേച്ച് ഇന്നത്തെ നമ്മുടെ വിളികളൊക്കെ ട്രംപിന് എന്നെ കുഴപ്പമാണ്, ട്രംപിനൊരു കുഴപ്പമില്ല, അധികാരമായി അതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സ്തോത്രം. ഇതെല്ലാം ഒന്ന് തീർത്തേറ്റ് പിള്ളേരെ പിന്നെ UK അയക്കാനും ന്യൂസിലൻഡിലും ഇതൊന്നും നടക്കുകയില്ല. ഇതിന്റെ ഇടയ്ക്ക് പോകുന്നെങ്കിൽ പോയിക്കോണം, വരുന്നെങ്കിൽ വന്നോണം. ഇതൊന്നും ഭാഗമല്ല. ഇതൊന്നും മാറ്റിവെച്ചൊന്നും കാര്യം നടക്കത്തില്ല. സ്തോത്രം. നിങ്ങൾ അതുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ സകല കൺവെൻഷനും, പ്രത്യേകിച്ച് ചർച്ചോക്കോട് സകല കൺവെൻഷനിലും എന്തായാലും വിഷയം അറിയാമോ? കർത്താവിന്റെ രണ്ടാം വരവും സഭയുടെ ഒരുക്കവും. സഭ എങ്ങനെ ഒരുക്കപ്പെടണം? സ്തോത്രം. സമയം കണ്ണുകളടയ്ക്കാം. പ്രാർത്ഥനയ്ക്കായി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കേട്ടുപോയ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ദൈവം